സാധാരണഗതിയിൽ സംഭവിക്കുന്നത്, കുർബാന കഴിയുമ്പോൾ പറയുന്ന വിഷയങ്ങൾ ഒന്നെങ്കിൽ ഈശോ ആരാധനയിൽ അല്ലെങ്കിൽ സാക്ഷ്യങ്ങളിലൊക്കെ വെളിപ്പെടുത്താൻ സാധ്യതയുള്ള വിഷയങ്ങളാണ്. ഇന്ന് കുർബാന കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത്, ഞാൻ കുറച്ച് കാലമായിട്ട് കുറച്ച് അസ്വസ്ഥനാണ്. എന്തിനാ അസ്വസ്ഥനാണ്? കൃപാസനത്തിൽ വരുന്ന സാമ്പത്തികമായ ഭാരങ്ങളുള്ളവരുടെ മേൽ ക്യാൻസർ പോലെ തന്നെ അവരുടെ കാര്യങ്ങളിൽ അസ്വസ്ഥനാണെന്ന് പറഞ്ഞു. അത് കാര്യം ഞാനൊരു 1.5 മാസമായിട്ട് ഞാൻ ഈശോൻ്റെ അടുത്ത് പറയണൊരു വിഷയമാണ്. കാര്യം അത് കേൾക്കുമ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം തോന്നും. സാമ്പത്തിക ഭാരമുള്ളവരെ, 50 ലക്ഷം, 5 ലക്ഷം, 1 ലക്ഷമൊക്കെ കടമുള്ളവരെ. ഇപ്പോൾ 1 ലക്ഷമൊക്കെ കടമുള്ളവർക്ക് തോന്നും, 50 ലക്ഷം കടമുള്ളവർക്ക് തോന്നും, ഞാൻ 1 ലക്ഷം കടമല്ലേ. അങ്ങനെയല്ല. ആ 1 ലക്ഷം കടമുള്ളവരുടെ സാമ്പത്തിക അവസ്ഥ അനുസരിച്ചുകൊണ്ട് അവർ 50 ലക്ഷത്തിൻ്റെ കടമാണ് ഫീൽ ചെയ്യണത്. അവർക്ക് വേറെ മാർഗമില്ല. ഇന്നത്തെ സാക്ഷ്യങ്ങൾ പരിശോധിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി പേര് സാമ്പത്തിക മേഖലകളിൽ വിഷമം അനുഭവിക്കുന്നവരിന്ന് സുന്ദരമായ സാക്ഷ്യം പറഞ്ഞു തരുന്നു. ആ ചിട്ടിയുടെ സാക്ഷ്യം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു എനിക്ക്. കാര്യം അവർ 100 പേരാണ് ഉള്ളത് അതിൻ്റെ അകത്ത്. ചിട്ടി തുടങ്ങിയതേ ഉള്ളൂ. 100 പേരുള്ള ചിട്ടി അവർ തുടങ്ങിയതേ ഉള്ളൂ. അവർക്കൊരു മെറിറ്റുമില്ല, ഉടമ്പടി ചെയ്തു എന്നുള്ള ഒറ്റ യോഗ്യതയേ ഉള്ളൂ. അപ്പോൾ ആദ്യത്തെ ചിട്ടി തന്നെ അവർക്ക് തന്നെ വലിച്ചു കൊടുത്തിരിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നണം, ഞാൻ സാമ്പത്തിക ഭാരമായിട്ടാണ് വന്നിരിക്കുന്നത്, എങ്കിലും അമ്മയുടെ മാതൃവാത്സല്യത്തിലാണ് ഇരിക്കുന്നത്. അമ്മ എൻ്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കും. പക്ഷേ എൻ്റെ മക്കൾ ആ സമയത്ത് കേൾക്കുമ്പോൾ നിങ്ങൾ അമ്മയെക്കൊണ്ട് തീരുമാനം ഉണ്ടാക്കിച്ചെടുക്കണം. കാര്യം ഈ സാക്ഷ്യം പറയുമ്പോൾ അച്ഛൻ വചനം പ്രഘോഷിക്കുന്ന പോലെ തന്നെ ശ്രദ്ധ വേണ്ടൊരു വിഷയമാണ് സാക്ഷ്യം. എന്താ കാര്യം വെച്ചാൽ, സാക്ഷ്യം കേൾക്കുമ്പോൾ ഈ ഉടമ്പടി ഇരിക്കുന്ന ആൾക്കാരല്ലേ സാക്ഷ്യം പറയണത്. അപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകമായ ചില ഉൾക്കാഴ്ചകൾ, ചില പ്രേരണകൾ, ചില വഴിനടത്തലുകളൊക്കെ ഉണ്ടാകും. ഞാൻ സാക്ഷ്യം ശ്രദ്ധിക്കും. എന്താ കാര്യം, അവരെ എങ്ങനെയാണ് ദൈവം അവരെ എങ്ങനെ രക്ഷപ്പെടുത്തിയെന്നറിയാൻ വേണ്ടി. കാര്യം നമ്മൾ പറഞ്ഞു കൊടുക്കണ മാർഗമായിരിക്കത്തില്ല, പുതിയ മാർഗമായിരിക്കും അവർ പറയണത്, ഇല്ലേ? ഇപ്പോൾ ഒരു ചേച്ചി സാക്ഷ്യം പറഞ്ഞില്ലേ, കുറവിലിങ്ങാട് അടുത്ത് ചെടിച്ച സാക്ഷ്യം പറഞ്ഞില്ലേ. അപ്പോൾ അവരെ പത്രം പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതാണ്. മകളുടെ MOHൻ്റെ പരീക്ഷയുടെ സമയത്ത് പത്രം പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നെന്ന്. അപ്പം ഞാൻ കേൾക്കുന്നവർക്ക് തോന്നുന്നത് തന്നെ ആ പത്രം പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ കാണിക്കാനാണ്. അങ്ങനെ തോന്നുന്നവർക്കൊന്നും കാണിക്കത്തില്ല. കാര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പഴവങ്ങാടിലെ ഒരു ചേച്ചി സാക്ഷ്യം പറഞ്ഞു, കാതറിൻ്റെ സാക്ഷ്യം. കാതറിന് 25 ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് ഒന്നിലും ദുബായിൽ ജോലി കിട്ടാതെ തിരിച്ചു പോരുമ്പോൾ അവസാനത്തെ ഇൻ്റർവ്യൂവിന് പോയ സ്ഥലത്തുനിന്ന് വിളിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന അവസാന ഡേറ്റാണ്. അപ്പോൾ ഹസ്ബൻഡ് കാർ ഓടിച്ച് അയാളെ ഓഫീസിൽ പോകുമ്പോൾ ഈശോന് പറയും, ഈശോനെ ഇന്നാ വിളിക്കേണ്ടത് ദിവസം. അപ്പോൾ പെട്ടെന്ന് കാറിൻ്റെ ഡാഷ് തുറന്നല്ല തന്നെത്താൻ തുറക്കും. അതൊക്കെ ഒരു ഭയങ്കര മിറക്കിളാണ്. ഓട്ടോമാറ്റിക്കായിട്ട് ഡ്രൈവ് ചെയ്യുന്ന കാറിൻ്റെ ഡാഷ് തുറന്ന് വീഴും. തുറന്നപ്പോഴായിരുന്നു കൃപാസനം പത്രം താഴേക്ക് വീഴും. പത്രം താഴേക്ക് വരുമ്പോൾ കാർ ഓടിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു കൈ കൊണ്ട് പത്രം എടുത്തിട്ട് എൻ്റെ മാതാവേ എന്ന് വിളിക്കും. അതാണ് വിളി. അതാണ് എൻ്റെ പത്രം എടുത്തതല്ല വിളി പ്രശ്നം. പത്രം എടുത്തിട്ട് വിളിക്കും, എൻ്റെ മാതാവേ. പത്രം കാണുമ്പോൾ മാതാവിനെ ഓർക്കണം, അതാണ് വിഷയം. അമ്മയുടെ പത്രമാണിത്. എൻ്റെ മാതാവേ, ഞാൻ ഈ കാർ ഓഫീസിൽ എത്തുന്ന മുമ്പ് എൻ്റെ വൈഫിൻ്റെ ഇൻ്റർവ്യൂ ചെയ്ത സ്ഥലത്ത് നിന്ന് എന്നെ വിളിക്കണം. അതാണ് പ്രശ്നം, അത്രേ ഉള്ളൂ. ആ ഓഫീസിലേക്ക് കയറി അയാൾ കാർ തിരിച്ചിടുമ്പോൾ സമയത്ത് ടക്കെന്ന് ഓഫീസിൽ നിന്ന് വിളിക്കും, നിങ്ങളുടെ വൈഫിന് സെലക്ഷൻ ആയിട്ടുണ്ട്,
വന്ന് അറ്റൻഡ് ചെയ്യാൻ പറയും, ജോലിക്ക് പ്രവേശിക്കാൻ പറയും. ഇതാണ് ഇതിൻ്റെ ഒരു രീതി എന്ന് പറയണത്. ആ കാറിൻ്റെ ഡാഷ് തുറന്ന് ആരാണെന്ന് കേൾക്കുന്നവർ ചിന്തിക്കണം. ഇപ്പോൾ വേറെ ഒരു സാക്ഷ്യം നമ്മൾ ഇന്ന് കേട്ടു. എന്താ കേട്ടത്? 2.5 ലക്ഷം രൂപ കയ്യിലുണ്ട്, 1 ലക്ഷം രൂപ വേണം. അപ്പോൾ എന്താ, അമ്മയും മകളും പത്രം വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയെന്നാണ്. മകളും ആ ടൈപ്പ് തന്നെയാണ്. അവൾ അകത്തിരുന്നുകൊണ്ട് പത്രത്തിൻ്റെ ഒരു കീറാണ് കയ്യിരിക്കണത്. അത് വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നിങ്ങൾ ആ സാക്ഷ്യം കുറച്ച് മുമ്പ് കേട്ടതാണ്, 4 വർഷമായിട്ട് ബന്ധമില്ലാത്തൊരു കമ്മ്യൂണിക്കേഷനാണ്. പണ്ട് പഠിച്ച കാലത്ത് അല്ലെങ്കിൽ ഒരുമിച്ച് ജോലി ചെയ്തിരുന്ന ആൾക്കാരാണ്. അയാൾ UK പോയി തിരിച്ചു വന്നു. ആ കമ്മ്യൂണിക്കേഷൻ പെട്ടെന്ന് ലിങ്കാകുകയാണ്. വിളിച്ചു, നീ ഗൾഫിൽ പോകണമെന്ന് കേട്ടല്ലോ എന്ന് പറഞ്ഞു. അതേ പോകുന്നു, പക്ഷേ പൈസയുടെ പ്രശ്നമുണ്ടെന്ന്. പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ അവസ്ഥ പറഞ്ഞിട്ടുണ്ടെങ്കിലും രാത്രി ആ 1 ലക്ഷം രൂപ ബാങ്കിലിട്ട് കൊടുക്കും. നിങ്ങൾ ആ സാക്ഷ്യം കേൾക്കുക മനസ്സിലാവും. അതായത് ഒരു ബന്ധവുമില്ല, ഒരാശയം, നമ്മളെ രക്ഷിക്കപ്പെടാനുള്ള, നമ്മൾ ഈ വിഷമസന്ധിയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടാനുള്ള ഒരു ആശയവും നമ്മുടെ മനസ്സിലില്ല. ആകപ്പാടുള്ള ആശയം എന്താണ്? അമ്മ തന്നെ ആശയം. കൈ അടിച്ച് കർത്താവ് ായിട്ട് പ്രേയർ ചെയ്തുകൊണ്ടിരിക്കണം. കാര്യം പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് ഇറങ്ങി വന്നിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞു തരും. കാര്യം ദൈവവചനം കേൾക്കുമ്പോൾ നമുക്ക് ദൈവത്തോട് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണത്, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അതെപ്പോഴും ചോദിക്കേണ്ട ചോദ്യമാണ്. യോഹന്നാൻ്റെ പ്രഭാഷണം കേട്ടപ്പോൾ ലൂക്കാ 3:6 ലൂക്കാ 3 അധ്യായം 5-6 തിരുവചനങ്ങൾ വായിക്കുമ്പോൾ ജനങ്ങൾ വന്ന് യോഹന്നാനോട് ചോദിക്കുന്നുണ്ട്, കർത്താവിൻ്റെ വചനം കേട്ടപ്പോൾ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പട്ടാളക്കാർ വന്ന് ചോദിച്ചു, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? യോഹന്നാൻ എന്താ പറഞ്ഞത്? നിങ്ങൾ ആരെയും ഭീഷണിപ്പെടുത്തരുത്, ഉള്ള ശമ്പളം കൊണ്ട് ഭക്ഷണം കഴിച്ച് പോകണം. ആരെയും ഭീഷണിപ്പെടുത്തരുതെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? പരുപരുത്തവ മൃദുവാക്കണമെന്ന് യോഹന്നാൻ പറഞ്ഞില്ലേ? അതാണ് സംഭവം. പരുപരുത്തവ മൃദുവാക്കപ്പെടും. യോഹന്നാൻ 3:4 യോഹന്നാനല്ല, ലൂക്കായുടെ സുവിശേഷം 3:4 പരുപരുത്തവ മൃദുവാക്കപ്പെടും. അപ്പം പരുപരുത്ത സ്വഭാവം ഉണ്ടെങ്കിലേ അത് മൃദുവാക്കണം, നല്ലതായിരിക്കും. ആരോടായിരിക്കും? എല്ലാവരോടും മൃദുവായ സ്വഭാവമാണ്. പക്ഷെ കാശ് തരാനുള്ളവരോട് നമുക്ക് മൃദുത്വമൊന്നുമില്ല. അവൻ്റെ അമ്മക്ക് വിളിച്ചു, തന്തയ്ക്ക് വിളിക്കും എന്നെ. ഉടമ്പടി ചെയ്തവരാണെങ്കിൽ ഇനി അങ്ങനെയുള്ള ആഭാസതരമായ വർത്തമാനങ്ങളൊക്കെ ഒഴിവാക്കി മൃദുവാക്കണം. എന്നുവെച്ചാ പറഞ്ഞിട്ട് കാര്യമില്ല, യവന്മാരോടൊക്കെ 2 തന്തയ്ക്ക് വിളിച്ചാൽ മാത്രമേ കാശ് ഇളകി വരത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് അത് പഴയ മനുഷ്യനാണ്. യാക്കോബിൻ്റെ 4:4 എന്താ എഴുതിയിരിക്കണം എന്നറിയാമോ? ഈ ലോകത്തോട് ഉള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണ്. ഇപ്പം ലോകത്തിൻ്റെ ഭാഷ നമ്മൾ തന്തയ്ക്ക് വിളിക്കുകയാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരുഷമായി സംസാരിക്കുക, അപ്പത്തിൽ നമ്മൾ ലോകത്തിൻ്റെ മൈത്രിയായി. അതാണ് യാക്കോബ് 4:4 പറയണത്. എന്താ പറയണത്? നിങ്ങൾ അങ്ങനെ ലോകത്തിൻ്റെ രീതി ഉപയോഗിച്ചാൽ, ലോകത്തിൻ്റെ ഭാഷ, ലോകത്തിൻ്റെ സ്വഭാവം, ലോകത്തോട് നിങ്ങൾ അനുരൂപരാകരുതെന്ന് പറയണത് ആ അർത്ഥത്തിലാണ്. പൗലോസിൻ്റെ വചനങ്ങളാണ്. ലോകത്തോട് നിങ്ങൾ അനുരൂപരാകരുത്. പിന്നെ എന്നാ ചെയ്യണം? സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായക്ക് നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ സ്വീകരിക്കുവാൻ. കൊളോസ്യ 3:10 കൈ അടിച്ച് കർത്താവ് കർത്താവേ, വചനങ്ങൾ നൽകണമേ കർത്താവേ.
വചനങ്ങളുടെ വ്യാഖ്യാനങ്ങൾ നൽകണേ കർത്താവേ. വചനം ജനങ്ങൾക്ക് മനസ്സിലാകണമേ കർത്താവേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. അപ്പം നമ്മൾ ഇപ്പം ഈശോയുടെ ആത്മാവ് എന്നാ ചെയ്യണത്? ലൂക്ക 3 അധ്യായം 4, 5, 6 വചനങ്ങളിലെ കുന്നും മലയും നികർത്തപ്പെടും, വളഞ്ഞവർ ഋജുവാക്കപ്പെടും. അതായത് കുരിഷ്ട് കുന്നായ്മയൊക്കെ ഇല്ലേ, ആൾക്കാരെ പറ്റിക്കാൻ പറ്റിയ രീതിയിലുള്ള വളഞ്ഞ വഴികളില്ലേ. മലയാളികൾ അതിൻ്റെ സൂപ്പർ പാർട്ടിയാണ്. എല്ലാം വളഞ്ഞ വഴികളിലൂടെ ഗേറ്റ് തുറന്നിട്ടാലും മതിൽ ചാടി മാത്രമേ അകത്ത് കയറത്തുള്ളൂ. അങ്ങനെ പഠിച്ചു പോയി. എന്ത് ചെയ്യാനാ? രക്തത്തിലുള്ളതാണ് പരിപാടി. കുരുഷ്ടം കുന്നായ്മയൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് യോഹന്നാൻ പറയണത്, വചനം കർത്താവ് ഈ വളഞ്ഞ വഴി കൂടി വരത്തില്ല, നേരെ ആക്കേണ്ടി വരും. ഇപ്പം നമ്മൾ നുണ പറയണേ എന്തിനാ? നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കും, കർത്താവേ ഞാൻ നുണ പറഞ്ഞാണ് ഇന്നുവരെ ജീവിച്ചത്, പേടിച്ചിട്ട് പറയണതാ, എന്നെക്കൊണ്ട് നീ നുണ പറയിപ്പിക്കരുത്. സീരിയസ് ആയിട്ട് എടുത്താൽ പറയിപ്പിക്കത്തില്ല. വിജയകുമാർ സാറ് പറഞ്ഞ പോലെ ഇന്നത്തേക്ക് നുണ പറയിപ്പിക്കത്തില്ലെന്ന് പറഞ്ഞാൽ മതി, നാളത്തത് നാളെ പറയാം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നാക്കെ കുറിച്ചിടണം, ഉടമ്പടി ചെയ്ത് നാവാണ് കർത്താവേ ഇന്നത്തേക്ക് എന്നെക്കൊണ്ട് നുണ പറയിപ്പിക്കുക. എൻ്റെ വശം പോയാലും പകുതി പോയാലും എന്നെക്കൊണ്ട് നുണ പറയിപ്പിക്കരുത്. സന്ധ്യയ്ക്ക് കിടക്കാൻ നേരത്ത് പറയണം, ഈശോ ഇന്ന് ഞാൻ നുണ പറഞ്ഞിട്ടില്ല, നുണ പറയാത്ത ഒരു ദിവസം മാതാവേ. ഇപ്പോൾ ഞാനാണെങ്കിൽ മിക്കവാറും അൽഫോൻസാമ്മയായി പോകുന്നു. അല്ല, അതെന്നെ ഉദ്ദേശിക്കുന്നത് ഉടമ്പടി കൊണ്ട് അതെന്നെ ഉദ്ദേശിക്കുന്നത്. ഉടമ്പടി കറക്റ്റായിട്ട് ഫോളോ ചെയ്ത ഒരു വിശ്വാസിയെ 3 മാസം കൊണ്ട് വേദസാക്ഷിയാക്കി മാറ്റും. ദൈവം അതാ ഉദ്ദേശിക്കുന്നത്. അത് നടക്കുന്നുണ്ട് സഭയിൽ. ഉടമ്പടി പ്രാർത്ഥന, പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണ് കേരളത്തിലെ 1 ലക്ഷത്തോളം ജനങ്ങളെ രാവിലെ എഴുന്നേൽക്കുന്നത്. ഉറങ്ങാൻ പോണത് കർത്താവിൻ്റെ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണ്. അവർ വിശുദ്ധിയിലേക്ക് പങ്കെടുത്തുകൊണ്ടിരിക്കുക. ലോകത്തൊരനുഗ്രഹം ആർക്കും കൊടുത്തില്ലെങ്കിലും ഉടമ്പടിക്കാരിക്ക് കർത്താവ് കരുണ ചൊരിയും. നമ്മളതാണ് കണ്ട് കാണുന്നത്. ഞാൻ ഒരു ചേട്ടൻ്റെ സാക്ഷ്യം കേട്ടപ്പോഴേക്ക് വളരെ സന്തോഷം തോന്നി. സാബു ചേട്ടന് പൊക്കൊക്കെ ഉണ്ടായിരുന്ന ചേട്ടൻ, ഞാൻ യൂട്യൂബിലാണ് കണ്ടത്. അത് ആ ചേട്ടായി പറഞ്ഞത്, എൻ്റെ ലോണിന് ശേഷമാണ് എക്കണോമിക് എമർജൻസി നാട്ടിൽ വന്നത്. അതല്ലേ പറഞ്ഞത്? ഫൈനാൻസ് അടിയന്തരാവസ്ഥ, സാമ്പത്തിക അടിയന്തരാവസ്ഥ കേരളത്തിന് വന്നത് എൻ്റെ ലോണിന് ശേഷമാണ്. അതിന് സ്കീം മാറിപ്പോയെന്ന് പറഞ്ഞു. ആ സാക്ഷിയൊക്കെ ശ്രദ്ധിച്ചില്ലേ? സാമ്പത്തിക മേഖലയാണ് അമ്മ തൊട്ടിരിക്കുന്നത്. സാമ്പത്തിക മേഖല തൊട്ടിരിക്കുകയാണ് ശരിക്കും ആ സാക്ഷ്യം. അതായത് ലോൺ പാസ്സായതിന് ശേഷം ഭയങ്കര ഡിസാസ്റ്റർ വന്നിരിക്കുക. എന്താ പറ്റിയത്? ആദ്യം ഓക്കി വന്നു, 100 കോടി രൂപ കടമായി അല്ലേ. അതിനുശേഷം എന്താ വന്നത്? പ്രളയം. 22,000 കോടിയാണെന്ന്. 22,000 കോടി കടമായി. സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക അവസ്ഥയുടെ നട്ടെല്ല് തകർന്ന് മന്ത്രിമാർ പോലും വിദേശത്ത് പോലും പൈസ വാങ്ങിക്കാൻ വേണ്ടി ആൾക്കാരുടെ സന്മനസ്സിന് ആശ്രയിക്കാൻ വേണ്ടി നമ്മുടെ നേതാക്കന്മാർ വരെ പോകേണ്ടി വന്നു. നമ്മൾക്ക് വേണ്ടി പോയതാണ് കേട്ടോ. അവരോട് നമുക്ക് നന്ദി ഉണ്ടാകണം. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ വന്ന് സാമ്പത്തികമായ തകർച്ച ഉറപ്പ് വരുത്തുമ്പോഴും ഈ മനുഷ്യൻ്റെ ലോൺ നമ്പർ എത്രയാണ്? 1938 എന്തൊക്കെയല്ലേ? അപ്പോൾ 1938 അങ്ങനെയുള്ള ആ ലാസ്റ്റ് നമ്പരാണ്. ഓക്കി ഉണ്ടായിട്ടും പ്രളയം ഉണ്ടായിട്ടും നീ ഉടമ്പടി ചെയ്ത ഈ ഉടമ്പടിയിലുള്ള വിഷയങ്ങൾ ഓക്കി ആയാലും പ്രളയമായാലും അതിൻ്റെ അപ്പുറത്തേക്ക് വന്നിട്ട് അതിനെ അതിജീവിക്കുമെന്നാണ് അമ്മ പറയണത്. കൈയടിച്ച് കർത്താണ് പരമദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സാബുചേട്ടൻ്റെ സാക്ഷ്യത്തിൽ എനിക്ക് എൻ്റെ സെക്കൻഡ് പോയിൻ്റ് കുറച്ചുകൂടി ജീവനുള്ളതാണ്. അദ്ദേഹത്തിന് 24 അവേഴ്സാണ് വർക്ക്. ദൈവത്തെ അനുഭവിച്ചവരുടെ വഴികളിൽ നിന്നാണ് വചനങ്ങൾ നമ്മൾ സംസ്കരിക്കുന്നത് അല്ലേ. 24 അവേഴ്സാണ് ഒരു കമ്പനി വർക്ക്. അപ്പോൾ അദ്ദേഹം എന്താ പറയണത്?
ഉടമ്പടി പ്രാർത്ഥന ചെല്ലാനും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലാനും ഒക്കെ ജോലി സംബന്ധമായ തടസ്സങ്ങളുണ്ട് അല്ലേ? എന്നിട്ട് ഒരു വാക്ക് പറഞ്ഞു തരുന്നു. എന്നാ പറഞ്ഞത്? ബാത്റൂമിൽ പോയിരുന്നാൽ ഞാൻ ഉടമ്പടി പ്രാർത്ഥന ചെല്ലിയെന്ന്. പുറത്തുനിന്ന് ചെല്ലാനുള്ള സൗകര്യമില്ലാതെ. അതൊക്കെ ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ്. അമ്മ പിന്നെ വെറുതെയാണ് ഓഹിയും പ്രളയമൊക്കെ അതിജീവിച്ചുകൊണ്ട് ലോൺ കൊടുക്കണത്. ആളെ വീട് വെച്ച് മാറിയില്ലേ ഇപ്പം? അതൊക്കെ കേൾക്കുമ്പോൾ എൻ്റെ മക്കൾ മനസ്സിലാക്കേണ്ടത് ആൾ കാര്യസ്ഥനായെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. എന്താ കാര്യം? കാര്യസ്ഥൻ. ബൈബിൾ എന്താ പറയണത്? വിശ്വസ്തത കാണിക്കുന്ന ആൾക്കാരെ ബൈബിൾ വിളിക്കുന്ന ഒരു പേരാണ് കാര്യസ്ഥൻ. കർത്താവിൻ്റെ കാര്യദർശി. കർത്താവിൻ്റെ കാര്യദർശി. നമ്മൾ സാധാരണ സൺ ഡോട്ടർ എന്നുള്ള പദവി മാറ്റിയിട്ട് വിശ്വസ്ത വരുമ്പോൾ എനിക്ക് തോന്നുന്നത് 1 കൊറിന്ത്യൻസ് 4:2 1 കൊറിന്ത്യൻസ് 4:2 കാര്യസ്ഥന് വിശ്വസ്തത കൂടിയേ തീരുമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഉടമ്പടി എടുക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഗുണം എന്താ? നമ്മൾ സൺ ഡോട്ടർ എന്ന രീതിയിൽ നിന്ന് മാറിയിട്ട് കാര്യദർശിയായി മാറും. കർത്താവിൻ്റെ സെക്രട്ടറി പോസ്റ്റിലേക്കാണ് വരുന്നത്. ഒഫീഷ്യലായ ആൾ ഒഫീഷ്യലായി. നിങ്ങൾ ഉടമ്പടിയോട് വിശ്വസ്ത കാണിക്കുന്നതനുസരിച്ച് കൊണ്ട് കാര്യസ്ഥൻ്റെ പദവിയിലേക്ക് വരും. അപ്പം അങ്ങനെ വരുമ്പോൾ എല്ലാ നിയമങ്ങളെയും അട്ടിമറിച്ചുകൊണ്ടായിരിക്കും വിശ്വസ്തർക്ക് ദൈവം പ്രതിഫലം നൽകണത്. തന്നെയല്ല, കർത്താവ് വളരെ സൂക്ഷ്മതയോട് ഉപയോഗിച്ചിട്ടൊരു വാക്കാണ് എന്നാ വിശ്വസ്തത എന്നുള്ളത്. വിശ്വസ്തത. ഇപ്പം അദ്ദേഹത്തിന് വേണമെങ്കിൽ ബാത്റൂമിൽ പോയി എങ്ങനെയാണ് ഉടമ്പടി പ്രാർത്ഥന നടത്തണമെന്ന് ചോദിക്കും. ഞാൻ എൻ്റെ ബാത്റൂമിൽ കണ്ണാടിയെ മാതാവിൻ്റെ പടം ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ബാത്റൂമിൽ മാതാവിൻ്റെ പടം ഒട്ടിച്ചു. എവിടെ പോയാലും അമ്മയെ കണ്ടുകൊണ്ടിരിക്കണം. ഏത് കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ അമ്മയെ കാണണം. ഒരു ജ്വരമാണത്, ഒരു ബന്ധം. നിങ്ങൾ അമ്മയുമായി ഒരു ഇൻറ്റിമസി കീപ്പ് ചെയ്യാൻ നോക്കണം. കാര്യം ഈശോനെ വളർത്തിയത് അമ്മയാണ്. നമ്മളെ ഈശോയിൽ വളർത്തേണ്ടത് ആരാ? അമ്മയാ. നമ്മളെ ഈശോയിൽ വളർത്തേണ്ടത്. ഈ ഉടമ്പടിക്ക് ദൈവപൈതൻ്റെ ഒരു വളർച്ച ദൈവം ഉദ്ദേശിക്കുന്ന ഒരു ദൈവികമായ ലക്ഷ്യമാണ്. ഉടമ്പടിയുടെ ഒരു ഘട്ടം കഴിയുമ്പോൾ നീ ദൈവത്തിൽ വളർന്നിരിക്കണം. ദൈവം അതാണ് അസസ് ചെയ്യണത്. അല്ല നിൻ്റെ ഭൗതിക ആനുകൂല്യങ്ങൾ നീ വളർന്നിട്ടുണ്ടോ എന്നല്ല ദൈവം നോക്കണത്. അത് നീ നോക്കണതാ. നീ ഞാനൊക്കെ അതാ നോക്കണത്. ഭൗതിക ആനുകൂല്യത്തിൽ എന്തുമാത്രം വളർന്നു വന്ന. പക്ഷെ ദൈവം നോക്കണത് നീ ഭൗതിക ആനുകൂല്യത്തെ വളർന്നുകൊണ്ട് ദൈവത്തിന് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇല്ലേ? ഞാൻ സിമിത്തേരിയിലൊക്കെ ചെന്ന് റെസ്പോൺസ് ചെല്ലുമ്പോഴേ എനിക്ക് ഏറ്റവും ചിരി വരുന്നൊരു സ്ഥലം സെമിത്തേരിയ. എനിക്ക് ഇഷ്ടമുള്ള സ്ഥലവും സെമിത്തേരിയ. എവിടെ പോയാലും ഏത് പള്ളിയിൽ പോയാലും സെമിത്തേരി പോയി നോക്കിയിട്ടും പോരും. ചില ഇരുന്ന പള്ളിയിലൊക്കെ പോകുകയാണെങ്കിൽ സെമിത്തേരി മസ്റ്റായിട്ട് കയറിയിരിക്കും. എന്ത് തിരക്കാണെന്ന് പറഞ്ഞാലും സെമിത്തേരി കയറി പുതിയ നമ്മൾക്ക് ഇവിടെയൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാരെ ഇന്ന് കർത്താവിൻ്റെ അടുത്ത് പോയെങ്കിൽ നമുക്ക് അവരെ കാണാൻ വരെ ചിലപ്പോൾ എൻ്റെ തിരക്ക് കൊണ്ട് അവിടെ അടക്കത്തിനൊന്നും പോകാൻ പറ്റാതെ വരും. ചിലപ്പോൾ അന്നിവിടെ ബുധനാഴ്ച തിങ്കളാഴ്ചയൊക്കെ ആണെങ്കിൽ അനങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ ആരെങ്കിലുമൊക്കെ അറിയാതെ പോയിട്ടുണ്ട്. ഞാൻ കുരിശെല്ലാം വായിച്ച് നോക്കും. സെമിത്തേരി പോയിട്ട് കുരിശെല്ലാം വായിച്ച് നോക്കും. അപ്പോൾ ചില കാണുമ്പോൾ കണ്ണും നിറഞ്ഞ് അവിടെ നിൽക്കും. കാര്യം ഞാൻ ആ ഇടവകയിരുന്ന സമയത്ത് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ആത്മാവ് കൊണ്ടും എന്നെ സഹായിച്ചവരും കർത്താവിൻ്റെ വേലയെ സഹായിച്ചവരാണ്. ഒരു പക്ഷേ അവർ ചിലപ്പോൾ കുടുംബ യൂണിറ്റിൽ ആരെങ്കിലും ഒരു അംഗം മാത്രമായിരിക്കും. പക്ഷേ ഇടവകയെന്നും പറഞ്ഞ് മരിക്കാൻ നടന്ന് കർത്താവിൻ്റെ ഓഹരിക്ക് വേണ്ടി മരിക്കാൻ നടന്ന ആൾക്കാരാണ്. അപ്പോൾ അവരുടെ ആത്മാവിന് വേണ്ടി കർത്താവെ എന്തെല്ലാം വിഷയമുണ്ടെങ്കിലും ഞാൻ ഇനി വെയിലത്ത് ഇവരുടെ കുഴിക്ക് നിൽക്കുകയാണ്. അവളുടെ ആത്മാവിൻ്റെയും അവൻ്റെ ആത്മാവിൻ്റെയും വീണ്ടെടുപ്പിന് വേണ്ടി നിൽക്കുകയാണെന്ന് പറയും. നമ്മൾ നിന്നാൽ മതി അവിടെ. എന്താ കാര്യം? 24 മണിക്കൂറും കർത്താവിൻ്റെ ജോലി ചെയ്യുന്നവൻ പറയണ കർത്താവ് കേൾക്കാതിരിക്കുക. തീർച്ചയായിട്ടും കേൾക്കുക. നമ്മളവിടെ നിന്നാൽ മതി. കർത്താവ് എന്തെങ്കിലും കയ്യബദ്ധം ജീവിതകാലത്ത് വന്നു പോയിട്ടുണ്ടെങ്കിൽ ഇപ്പം മാപ്പാക്കണം. ഞാൻ അവന് വേണ്ടി വെയിൽ കൊള്ളത്തിന് ഉച്ച 12 മണിക്ക് വേണ്ടി നിൽക്കുകയാണ്. കാര്യം നിത്യതയെന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. അമ്മ മാതാവിനെ നേരിട്ട്
ഈശോ ഈ വിശ്വസ്തയെക്കുറിച്ച് പറയുമ്പോഴേ മക്കളെ, അച്ഛൻ എൻ്റെ സ്വാഭാവികമായിട്ട് അത്ര ഗുണമുള്ള സ്വരമൊന്നുമല്ല എൻ്റേത്. എൻ്റെ പ്രസംഗം അത്ര ഗുണമുള്ളതല്ലെന്ന് എനിക്കറിയാം. പക്ഷെ നിങ്ങൾ കേൾക്കുമ്പോൾ അച്ഛന് എങ്ങനെ കേൾക്കുന്നില്ല, എന്താണ് പറയണമെന്ന് ശ്രദ്ധിക്കണം. ഇപ്പോഴും ഞാൻ പറയാൻ പോകുന്നത് കർത്താവ് വിശ്വസ്തതയെ എങ്ങനെ കാണുന്നുവെന്നുള്ളതാണ്. കർത്താവ് എങ്ങനെയാണ് വിശ്വസ്തതയെ കണ്ടത്? ഇപ്പം നിങ്ങൾ ഉപവസിക്കണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഓ ഇന്ന് ഉപവാസ ദിവസമാണ്, അപ്പോഴാണ് ഇന്ന് വിരുന്നക്കാർ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിരുന്നക്കാർ വരുമ്പോൾ നിങ്ങൾ ഉടനെ ഉപവാസം മുടക്കും. ഇവിടുന്ന് അങ്ങനെ പറഞ്ഞു തന്നിട്ടില്ല. വിരുന്നക്കാർ ഭക്ഷണം കഴിച്ചിട്ട് പോകും, അവർക്ക് വേണ്ടി നമ്മൾ നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും. പക്ഷെ നമുക്ക് ഉപവാസമാണ്. നിങ്ങളെ പുഴം കളിക്കാൻ ഉടമ്പടി എടുത്തിരിക്കണമെന്നുണ്ടെങ്കിൽ പണി തിരിച്ച് കിട്ടാൻ സാധ്യതയുണ്ട്. വിളക്കാൻ തക്കണ പാണ്ടാവും. ഇത് ഉടമ്പടി ദൈവത്തോട് ചെയ്തിരിക്കണതാണ്. വിശ്വസ്തത തന്നെയാണ്. കർത്താവ് വിശ്വസ്തയെക്കുറിച്ച് പറഞ്ഞപ്പോഴേ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ലൂക്കായുടെ സുവിശേഷം 16:10. ചെറിയ കാര്യങ്ങൾ വിശ്വസ്തർ, വലിയ കാര്യങ്ങൾ വിശ്വസ്തനായിരിക്കും. കൈ അടിച്ച് കർത്താൻ ഹല്ലേലൂയ. അപ്പോൾ എത്ര നടുവൊടിഞ്ഞ ജോലിയുള്ള ദിവസമായാലും ശരി, നടുവിന് നീരാണെങ്കിലും ശരി, എൻ്റെ മക്കളെ ഒരു ദിവസം പോലും പ്രേയർ മുടക്കരുത്. കാര്യം നമ്മൾ ചെയ്തിരിക്കുന്നത് ദൈവത്തോടാണ് ഉടമ്പടി ചെയ്തിരിക്കുന്നത്. എന്താ ഇച്ചിരി സീരിയസ് ആയിട്ട് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ കർത്താവിൻ്റെ സ്വഭാവം അതാണ്. അതായത് കൽപ്പനയുടെ കാര്യം പറയുമ്പോഴും എന്നാ പറയണത്? ഇക്കൽപ്പന എന്ന് പറയും. ഇക്കൽപ്പന എന്ന് പറയും. എത്ര നിസ്സാരമായാലും ശരി അത് പാലിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിലെ വലിയവനായിരിക്കും എന്ന് പറഞ്ഞ് ഈ കൽപ്പന എത്ര നിസ്സാരമായാലും ശരി അത് പാലിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ ദൈവരാജ്യത്തിൽ വലിയവനായിരിക്കും. മത്തായിയുടെ സുവിശേഷമാണ് 5-ാം അധ്യായം 19-ാം തിരുവചനം. അപ്പം നിസ്സാരമെന്ന് പറയുന്ന സംഭവം ഒന്നും ഈശോയ്ക്കില്ല. മനസ്സിലായല്ലേ? നിങ്ങളൊന്നും ഉടമ്പടിയുടെ ഒരു കാര്യം നിങ്ങൾ നിസ്സാരമാക്കരുത്. എന്താ കാര്യം? ഉടമ്പടി സമ്പൂർണ്ണ ബൈബിളാണ്. 3 പാപങ്ങൾ ഉപേക്ഷിക്കണം 1-ാം ഘട്ടത്തിലെ. അതെന്താ കാര്യം? അത് വചനമാണ്. അനുദപിക്കുക, സുവിശേഷത്തെ വിശ്വസിക്കുക. മർക്കോസിൻ്റെ 1:15 3 പാപങ്ങൾ ഉപേക്ഷിക്കണില്ലേ നമ്മളെ? നിങ്ങൾക്കിപ്പോൾ കൺഫ്യൂഷൻ ആവല്ലേ? ഏത് പാപമാവും? ദൈവത്തറിയാം. അത് പാപം ഉപേക്ഷിച്ചു. ഇപ്പം ഇരുന്ന് ചിന്തിക്കണേ, ദൈവമേ പറഞ്ഞു പോയി അങ്ങനെ ഒരു പരിപാടി ഉണ്ടായിരുന്നല്ലോ, ഏത് പാപം? ഒരു പാപം ഉപേക്ഷിച്ചില്ലായിരിക്കും. അപ്പം തന്നെ വിശ്വസ്ത പോയില്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണേ, ഏത് പാപം? ഇപ്പോൾ ഉടമ്പടി പുതുക്കാൻ വരണില്ലേ? പുതുക്കാൻ വരുമ്പോഴെന്താ സംഭവിക്കണത്? അടുത്ത 3 പാപം നമ്മൾ നോട്ട് ചെയ്ത് കൊടുക്കും. അങ്ങനെയല്ലേ കൊടുക്കണത്? ഉടമ്പടി പുതുക്കണ പരമജൻ സാർ ഇവിടെ ഉണ്ട്. അടുത്ത 3 പാപം നോട്ട് ചെയ്ത് കൊടുക്കും. ഇപ്പം അസൂയ പക പരദൂഷണം അതായിരുന്നു ആദ്യത്തെ ഉടമ്പടിയിലുണ്ടായിരുന്ന പാപം. അപ്പോൾ ഇപ്പോൾ ചോദിക്കും സിസ്റ്ററിനോട്, എങ്ങനെയാണ് ഇപ്പം അസൂയൊന്നും ഇല്ലല്ലോ, ഗിയർ ഒടിഞ്ഞ് വരണില്ല, എന്തൊരു കുഴപ്പം? സത്യം പറഞ്ഞാൽ അത് പേപ്പറെ പുതുക്കുമെങ്കിലും കർത്താവ് ആ പുതുക്കൽ ഏറ്റെടുക്കത്തില്ല. അതാ സംഭവം. ആക്ടിവേറ്റ് ആകത്തില്ല. നമ്മൾ റീചാർജ് ചെയ്യും, പക്ഷേ ആക്ടിവേറ്റ് ആകണില്ല. ഇപ്പം നമ്മൾ മൊബൈലിലൊക്കെ റീചാർജ് ചെയ്തില്ലേ എന്ന് പറയും, അത് റീചാർജ് ചെയ്ത് നമ്മൾ വിളിച്ചു വയ്ക്കും, ചാർജ് ചെയ്തല്ല, ഇത് ആക്ടിവേറ്റ് ആകണില്ല. അതിപ്പോൾ റേഞ്ച് ഇല്ലാത്തതുകൊണ്ടായിരിക്കും എന്ന് പറയും. പല ഉടമ്പടിയും പുതുക്കിയിരിക്കുന്നത് റീചാർജ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ആക്ടിവേറ്റ് ആയിട്ടില്ല. റേഞ്ച് ഇല്ലാത്തതുകൊണ്ടാണ് കർത്താവായിട്ട്. അപ്പം അതുകൊണ്ട് പരീക്ഷണത്തിനൊന്നും മുതിരണ്ട. ആ 3 പാപങ്ങൾ 3 മാസമേ തരത്തുള്ളതിനെ. അടുത്ത 3 മാസം വേറെ 3 പാപങ്ങളാണ്. മക്കളത് സീരിയസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ അച്ഛൻ എപ്പോഴും പറയുന്ന സംഭവമാണ്, ഇഫ് യു ആർ സീരിയസ് ഗോഡ് വിൽ ബി സിൻസിയർ.
ഇഫ് യു ആർ സിൻസിയർ ഗോഡ് വിൽ ബി സീരിയസ്. അമ്മ ഉടമ്പടിക്ക് ശേഷം എന്നെ പഠിപ്പിച്ച സ്വർഗീയ തത്വമാണത്. നീ സീരിയസ് ആണെങ്കിൽ ദൈവം സിൻസിയർ ആയിരിക്കും. നീ ഗൗരവമായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ദൈവം ആ വിഷയത്തിൽ വിശ്വസ്തത കാണിക്കുമെന്ന് ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവ് ദൈവമേ, ഉടമ്പടി ജീവിതം പക്കായായി പരിഹരിക്കാൻ, തുടങ്ങിയിരിക്കാൻ, പരിപാലിക്കുവാൻ എന്നെ സഹായിക്കണമേ. യേശുവേ സ്തോത്രം. അപ്പം മൂന്ന് പാപങ്ങൾ കഴിയുമ്പോൾ അടുത്ത 3 പാപങ്ങൾ നോട്ട് ചെയ്ത് തരും. അത് ആ പച്ച പേപ്പറിലുണ്ട്, പാപങ്ങളുടെ ലിസ്റ്റുണ്ട്. അടിസ്ഥാന പാപങ്ങൾ, മൂലപാപങ്ങൾ നോക്കിയാണ് അത് എഴുതിയിരിക്കുന്നത്. മനുഷ്യൻ്റെ അടിസ്ഥാന പാപങ്ങൾ, ആത്മാവിനെ അപകടപ്പെടുത്തുന്ന അടിസ്ഥാന തിന്മകൾ ദൈവശാസ്ത്രപരമായിട്ട് പഠിച്ചിട്ട് മൂലപാപങ്ങൾ എഴുതിയിരിക്കുന്നത്. ആ മൂലപാപങ്ങൾ 3 കഴിഞ്ഞാൽ അടുത്ത 3 പാപങ്ങൾ തരും. എൻ്റെ മക്കളത് ചെയ്യേണ്ട ദൈവത്തോടുള്ള സ്നേഹം. വേറെ ആരോട് നമ്മൾ പാപങ്ങൾ ഉപേക്ഷിക്കുകയും വിശുദ്ധിയോടെ ജീവിക്കുകയും ചെയ്യുന്നത് ആരെ പ്രതിയാ? ഈശോനെ പ്രതിയാണ്. ഈശോനെ പ്രതി. പ്രാർത്ഥിച്ച് കർത്താവേ അങ്ങേ പ്രതി വിശുദ്ധിയോടെ ജീവിക്കാൻ എനിക്കൊരു വിളി നൽകിയതിന് നന്ദി പറയുന്നു. കർത്താവേ എന്നെ പരിപാലിക്കണമേ. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. യേശുവേ ആരാധന. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ശക്തിയോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി. ഹല്ലേലൂയ. Praise the Lord. ചെറിയ കാര്യങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സുവിശേഷം ചെറിയ കാര്യങ്ങളുടെ സുവിശേഷ. കർത്താവിൻ്റെ കണ്ണ് ആണ് നമ്മുടെ വിഷയം. കർത്താവ് നോക്കുന്ന രീതികൾ. ആനയെ നോക്കുന്ന അതേ കപ്പാസിറ്റിയിൽ കർത്താവ് അണുവിനെ നോക്കൂ. അണുവിനും ആനയ്ക്കും ഒരേ പ്രൊപ്പോർഷനാണ്. ഈ ചെറിയവരിൽ ഒരുവന് എന്ന് പറഞ്ഞേ, ഈ ചെറിയവരിൽ ഒരുവന് ഒരു പാത്രം വെള്ളം കുടിക്കാൻ കൊടുക്കുന്നവന് അതിന്റെ പ്രതിഫലം നഷ്ടപ്പെടുകയില്ലെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അവിടെ എന്താ സംഭവം? ചെറിയവനുണ്ട്, എളിയവൻ. സമൂഹത്തിലുണ്ടാവും വലിയ മനുഷ്യരും ചെറിയ മനുഷ്യരും. ചില ആൾക്കാർ കിണർ കുഴിച്ചു കൊടുക്കും. കിഴക്കുള്ള സ്ഥലങ്ങളിലൊക്കെ കിണർ കുഴിക്കണതിനൊക്കെ 2 ലക്ഷം രൂപയൊക്കെയാണ് ചിലവ്. ചിലർ ഒരു പാത്രം വെള്ളമാണ് കൊടുക്കുന്നത്. കിണർ കുഴിച്ചു കൊടുക്കുന്നതും ഒരു പാത്രം വെള്ളം കൊടുക്കുന്നതും കർത്താവ് ഒരേ കണ്ണുകൊണ്ടാണ് കഴിയണം. ഒന്നും അവഗണിക്കത്തില്ല. അതാണ് പറയണത്. ഒരു പാത്രം വെള്ളമാണെന്ന് കൊടുത്താൽ, മത്തായിയുടെ സുവിശേഷം 10:42, മത്തായി ശ്രീകാരുടെ സുവിശേഷം എന്തിനാണ് പഠിക്കണത്? ആളിൻ്റെ മനസ്സറിയാനാണ്. വാക്ക് എവിടെ നിന്ന് വരുന്നതാ? വാക്ക് മനസ്സിൽ നിന്ന് വരുന്നതാ. ആ ദൈവത്തിൻ്റെ മനസ്സറിയാനാണ് നമ്മൾ സുവിശേഷം പഠിക്കുന്നത്. എന്നാ പറയണത്? ഏറ്റവും ചെറിയ വല്ല ഒരാൾക്ക് ഒരു പാത്രം വെള്ളം കുടിക്കാൻ കൊടുക്കുന്നവന് അതിൻ്റെ പ്രതിഫലം നഷ്ടപ്പെടുകയില്ലെന്ന്. ആരുടെ പേരിലാണ്? കർത്താവിൻ്റെ നാമത്തിലായിരിക്കണമെന്നേ ഉള്ളൂ. അത് വിഷയമാണ്. റീഫണ്ടിങ് ഉള്ളതെല്ലാം ഈശോയുടെ നാമത്തിലേ ഉള്ളൂ. എന്താ കാര്യം? പിതാവിൻ്റെ തിരുസന്നിധിയിൽ കൃപയെ ആർജിച്ചിരിക്കണതും കൊടുക്കാനും വാങ്ങിക്കാനും ഒക്കെ എല്ലാം നൽകിയിട്ടുള്ള എ സിംഗിൾ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. എന്താ കാര്യം? ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ എന്ന് പറഞ്ഞ്, എൻ്റെ ആത്മാവ് പ്രസാദിച്ചാൽ
എൻ്റെ പ്രിയപ്പെട്ടവൻ. എൻ്റെ പ്രിയപ്പെട്ടവൻ. അതാണ് മത്തായി ശ്ലീഹ 12:18 തിരുവചനം. എല്ലാവരും ഒന്നും തിരഞ്ഞെടുത്തിട്ടില്ല. പാപത്തിന് ആരാണോ പരിഹാരം ചെയ്തത്, ആരുടെ പരിഹാരത്തിലാണ് ദൈവം പ്രസാദിച്ചത്, ആ അംഗീകാര മുദ്രയുള്ളവൻ. അതാണ് യോഹന്നാൻ ശ്ലീഹ പറയണത്. യോഹന്നാൻ 6:27 പിതാവായ ദൈവം എന്നിൽ അംഗീകാര മുദ്ര ചാർത്തിയിരിക്കുന്നു. പിതാവായ ദൈവം എന്തിനെല്ലാമാണ് യേശു ക്രിസ്തുവിന് അംഗീകാര മുദ്ര ചാർത്തിയത്? എനിക്ക് നിങ്ങൾക്കും തരുവാനും നമ്മൾ കൊടുക്കുന്നത് വാങ്ങിച്ച് പിതാവിനെ കൈമാറാനും ഏക രക്ഷകൻ, ഏക മധ്യസ്ഥൻ കൈ അടിച്ച് കർത്താൻ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കൊടുക്കാനും വാങ്ങിക്കാനും ഒരേ ഒരു നാമം. അതാണ് ബൈബിൾ ഈശോനെ കുറിച്ച് പറഞ്ഞത്. നിനക്ക് കൊടുക്കാനും ദൈവത്തിന് കൊടുക്കാനും നിനക്ക് സ്വീകരിക്കാനും ഒരേ ഒരു നാമം. എന്തെങ്കിലുമൊക്കെ സ്വീകരിച്ചാൽ ആരുടെ നാമത്തിലാണ് സ്വീകരിക്കേണ്ടത്? കർത്താവിൻ്റെ നാമത്തിൽ. കേട്ടോ, ഈ ശിശുവിനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞേ. ഈ ശിശുവിനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 9:37. അപ്പം എന്ത് സ്വീകരിച്ചാലും, ഇപ്പോൾ രോഗമായിരിക്കും, ചിലപ്പോൾ ഭർത്താവിൻ്റെ തെറ്റിദ്ധാരണയോ സംശയമായിരിക്കും. യു മസ്റ്റ് റിസീവ് ഇറ്റ് ഇൻ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. നീ അത് കർത്താവിൻ്റെ നാമത്തിൽ സ്വീകരിക്കണം. പറഞ്ഞ മനസ്സിലായോ? കുറേ കാലത്തേക്ക് നിനക്കൊരു കാര്യം അറിയാമല്ലോ, ഒരു നാണയത്തൊട്ട് 2 കുരുവികൾ വിൽക്കപ്പെടുന്നില്ലേ? അവയിൽ ഒന്ന് പോലും ഞാൻ അറിയാതെ താഴെ വീഴുന്നില്ല എന്ന് ഈശോ പറഞ്ഞത്. ലൂക്ക 12:7. അപ്പോൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വീഴ്ചയാകാം, തകർച്ചയാകാം. എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കർത്താവ് അത് അറിഞ്ഞിരിക്കും. ദാറ്റ് മീൻസ് ആ തകർച്ച ഞാൻ അവൻ്റെ നാമത്തിൽ സ്വീകരിക്കും. മർക്കോസ് 9:37 അനുസരിച്ചുകൊണ്ട് കൈ അടിച്ച് കർത്താവ്. ഈ വചനങ്ങളും പാട്ടുകളും എല്ലാം എന്താ? നടപടി 4:12 അല്ലേ? എന്താണ്? മറ്റൊരു രക്ഷയില്ല, ആകാശത്തിനും ഭൂമിക്കും മധ്യേ മനുഷ്യന് രക്ഷ നൽകാൻ. മനുഷ്യനെന്ന് പറയുമ്പോൾ 70 കൊല്ലം ജീവിക്കേണ്ട ആളല്ല. ഞാൻ പറഞ്ഞില്ലേ, സിമിത്തേരി ചെല്ലുമ്പോൾ എനിക്ക് നിലവിളിയും വരും, കരച്ചിലും വരും, ചിരിയും വരും എന്നല്ലേ. എന്നാ ചിരി വരണമെന്നറിയാവോ? നമ്മൾ സിമിത്തേരി കൂടി നടക്കുമ്പോൾ നമ്മുടെ ചെരുപ്പ് കൊണ്ടും കാല് കൊണ്ടുമൊക്കെ മണ്ണൊക്കെ ഇങ്ങനെ പൊങ്ങി പറന്നൊക്കെ പോകത്തില്ലേ? അപ്പോൾ എന്തുമാത്രം പൊന്നൊക്കെ ഇട്ട മണ്ണാണ് കിടക്കണേ ഇല്ലേ? എത്ര ചേട്ടത്തിമാർ പൊന്നു വിട്ട് കിലോ കണക്കിന് തൂക്കി നാട്ടുകാരെയും കാണിച്ച് അങ്ങോട്ട് കിടന്ന് നടന്ന് ആൾക്കാരെയും പേടിപ്പിച്ച ചേട്ടത്തിമാരൊക്കെ മണ്ണായിട്ട് കിടക്കണത്. അപ്പോൾ പൊന്ന് പറക്കണ പൊടി പോലെ അത് പറക്കുമ്പോഴാണ് ചിരി വരുന്നത്. അത്രേ ഉള്ള സംഭവം. അപ്പം മനുഷ്യൻ എന്ന് പറയുന്നത് സിമിത്തേരി വരെ അല്ല ദൈവം ഉദ്ദേശിക്കണത്, നിത്യത വരെയാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. മൃഗങ്ങളും പക്ഷികളും അല്ല. മനുഷ്യനെന്ന് പറയണത് ദൈവം സൃഷ്ടിച്ചപ്പോൾ ഉദ്ദേശിച്ചത് എന്താണ്? നിത്യത വരെ. നിത്യത വരെ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ദൈവം അവനെ തൻ്റെ ഛായയിൽ സൃഷ്ടിച്ചു? ഛായയിൽ സൃഷ്ടിച്ചപ്പോൾ തന്നെ ഓർക്കണം, നിത്യത വരെ ദൈവം ഉദ്ദേശിച്ചിട്ടുണ്ടെന്ന്. ദൈവം നിത്യത വരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് കർത്താവ് കൽപ്പന തരേണ്ടി വന്നത്. അതുകൊണ്ടാണ് നമുക്ക് 70 കൊല്ലവും 80 കൊല്ലവും മുതലാവാത്തത്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, നിത്യത വരെ ജീവിക്കാനും നിലനിൽക്കാനും ആവശ്യമായ കൃപ ആർജിക്കുവാൻ ഉടമ്പടി കാലത്ത് പ്രത്യേക ഉൾക്കാഴ്ച നൽകണമേ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ 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 ഹല്ലേലൂയ 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 ഹല്ലേലൂയ
ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പം ഛായയിൽ, ദൈവത്തിൻ്റെ ഛായയിൽ നമ്മളെ സൃഷ്ടിച്ചെന്ന് പറയുമ്പോൾ നിങ്ങളവർക്ക് ദൈവത്തിന് ഈ മോന്തയായിരിക്കുമെന്ന് ചിലരെങ്കിലും ഓർക്കൂ. ബൈബിളിൽ ദൈവത്തിൻ്റെ ഛായ എന്ന് പറഞ്ഞാൽ ജീവനും സ്നേഹവുമാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഛായ, ആത്മാവിൻ്റെ ഛായ, ദൈവത്തിൻ്റെ ജീവൻ, ഈ രണ്ട് കാര്യവും അവസാനിക്കണില്ല. ആത്മാവിൽ നിറയുന്ന കൃപ ജീവനും സ്നേഹവുമാണ് ദൈവത്തിൻ്റെ. അത് നിത്യത വരെ സ്നേഹം എന്നേക്കും നിലനിൽക്കുന്നുവെന്നല്ലേ 1 കൊറിന്ത്യൻസിൽ നമ്മൾ വായിക്കുന്നത് 13:14, സ്നേഹം എന്നേക്കും നിലനിൽക്കുന്നു. അതുപോലെ തന്നെ ജീവനും ആത്മാവിൽ നിറയുന്ന ദൈവചൈതന്യം സ്നേഹവും ജീവനുമാണ്. അതാണ് നിലനിൽക്കുന്നത്. വിത്ത് സൂപ്പർ കോൺഷ്യസ്നെസ്, കോംപ്ലക്സിറ്റി കോൺഷ്യസ്നെസ്, സങ്കീർണമായ അവബോധത്തോടു കൂടിയാണ് ആത്മാവ് നിലനിന്ന് പോകുന്നത് നിത്യത വരെ. ഈ അവബോധമാണ് ദൈവത്തെ അനുഭവിക്കുമ്പോൾ സന്തോഷം തോന്നുന്നത്. ഈ അവബോധമാണ് ദൈവത്തെ അനുഭവിക്കാത്തപ്പോൾ ദുഃഖം തോന്നുന്നത്. അതിന് നരകമെന്ന് നമ്മൾ പറയും. വിശ്വസിക്കുന്നവരെ അവസാന കാലങ്ങളിലെ വിഷയങ്ങൾ വരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടതാണ്. സ്തുതിയുടെ ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോഴൊരു നെയ്മാണ്, ഒരു നാമം നമുക്ക് രക്ഷയുടേതായിട്ട് ദൈവം നൽകിയിരിക്കുന്നത്. നമുക്ക് വാങ്ങിക്കാനും നമുക്ക് സ്വീകരിക്കാനും നമുക്ക് കൊടുക്കാനും ഒരു നാമമാണ് ജീസസ്, ദ നെയിം ഓഫ് ജീസസ്. നേരത്തെ നമ്മൾ കണ്ടില്ലേ, അതായത് ഇപ്പോൾ നമ്മൾ യേശുവിൻ്റെ നാമത്തിലാണ് സ്വീകരിക്കേണ്ടത്. ഈ ശിശുവിനെ അരോഗമായാലും മറ്റ് ബാധ്യതകളും സങ്കടങ്ങളുമായാലും നീ ഉടനെ പറയും ഞാനിത് യേശുനാമത്തിൽ സ്വീകരിക്കണം എന്ന് പറയണം. അപ്പോൾ അത് കൃപയായി കൺവേർട്ട് ചെയ്ത് വരും. ഈശോയുടെ നാമത്തിൻ്റെ ഗുണമെന്താ? കൃപയുടെ ഉച്ചയും ഉറവയുമാണ് ഈശോനാമം. ഈശോനാമത്തിൽ സ്വീകരിക്കുമ്പോൾ നിൻ്റെ സങ്കടങ്ങളെ കൃപ പുരണ്ട് വരും. ഈശോനാമത്തിൽ സ്വീകരിക്കുമ്പോൾ ഈശോനാമത്തിൽ എന്നാ സംഭവിക്കുന്നത്? ഈശോനാമം മഹത്വപ്പെടും. ഇപ്പം ഞാനൊരു ചീട്ട് കൊടുത്ത് വിടണേ, 50 ലക്ഷം രൂപ വിജയകുമാർ കൊടുത്ത് വിടണേ എന്ന് വിചാരിച്ചോ? അപ്പോൾ എന്താ, എൻ്റെ നാമത്തിന് എന്തായി? അച്ഛൻ്റെ ചീട്ടുള്ളപ്പോൾ അത് ഓർഡർ ചെയ്ത് സാറ് അല്ലേ? അപ്പോൾ എൻ്റെ നാമത്തിന് മഹത്വമായി. നമ്മൾ ഈശോ നാമത്തിലൊരു രോഗം സ്വീകരിക്കുമ്പോൾ ആ രോഗത്തിലൂടെ ആര് മഹത്വപ്പെട്ടു? ഈശോ മഹത്വപ്പെട്ടു. ദൈവത്തെ മഹത്വപ്പെടുത്തി വിശ്വാസത്തിൽ വളരുവിൻ. റോമ 4:20. എങ്ങനെയാണ് വളരണത്? വിശ്വാസം എങ്ങനെയാണ് വളരണത്? ദൈവത്തെ മഹത്വപ്പെടുത്തിയാണ് വളരണം. എങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്താം? ദൈവത്തെ മഹത്വപ്പെടുത്തണമെങ്കിൽ ദൈവത്തിന് നാമം മഹത്വപ്പെടണം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങനെ നാമം മഹത്വപ്പെടണമേ. അതാണ് സംഭവം. നമ്മൾ വളരണത് എങ്ങനെയാണ്? ദൈവത്തെ മഹത്വപ്പെടുത്തിയ ഒരു രോഗം ഈശോയുടെ നാമം സ്വീകരിക്കണം എന്ന് പറയുമ്പോൾ ഈശോയുടെ നാമം മഹത്വപ്പെടും. ഈശോയുടെ നാമം മഹത്വപ്പെടാൻ സംഭവിക്കാം. ഇപ്പം നിന്നെ ഒരാൾ തെറി പറഞ്ഞു, തോന്നിയവാസം പറഞ്ഞു, നീ ഉടനെ പറയണത് ഞാൻ ഈശോ നാമത്തെ സ്വീകരിച്ചത്, തീർന്നു. അപ്പോൾ ആര് മഹത്വപ്പെട്ടു? ഈശോ മഹത്വപ്പെട്ടു. നീ നടക്കുന്ന വഴി ഒരുത്തൻ കൈതപ്പൊണ്ണം കൊണ്ടുവന്നിട്ട് അപ്പോൾ നീ വളഞ്ഞു ചുറ്റി യൂക്കട്ടിലാണ് പോണത്. നീ പറയും ആ കൈതപ്പൊണ്ണം കൊണ്ടുവന്നിട്ടപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, എനിക്ക് 5 മിനിറ്റ് നടന്ന് 5 അടി വെച്ച് ആ റോഡ് എത്തുമായിരുന്നു, ഇപ്പം ഞാൻ കറങ്ങിത്തിരിഞ്ഞാണ് പോണത്. എൻ്റെ കറങ്ങിത്തിരിഞ്ഞ് പോണ അവസ്ഥ ഈശോ നാമത്തിൽ സ്വീകരിച്ചിരിക്കണം, തീർന്നു. അപ്പോൾ ആര് മഹത്വപ്പെട്ട്? ഈശോ മഹത്വപ്പെട്ടു. ഈശോ മഹത്വപ്പെടാൻ സംഭവിക്കും. പിതാവേ, ഭൂമിയിൽ ഞാൻ അങ്ങനെ മഹത്വപ്പെടുത്തി, ആകയാൽ അങ്ങേ പക്കൽ എന്നെ മഹത്വപ്പെടുത്തണമേ. ദൈവനാമത്തിൽ ദൈവ തിരുസന്നിധിയിൽ ദൈവ നാമത്തെ മഹത്വപ്പെടുത്തിയാൽ എന്ത് സംഭവിക്കും? യോഹന്നാൻ 17:4 സംഭവിക്കും. എന്താണ്? അങ്ങേ പക്കൽ എന്നെ മഹത്വപ്പെടുത്തണേ. മക്കളെ,
ദൈവം മഹത്വപ്പെടുത്തിയ വേറെ ആർക്കും ആ മഹത്വം കെടുത്താൻ പറ്റത്തില്ല. മനുഷ്യൻ മഹത്വപ്പെടുത്തിയ കാലം കെടുത്തും. പറഞ്ഞാൽ മനസ്സിലായ? ഈ ഭൂമിയിലുള്ള എല്ലാ കുരിശും നിനക്കാരുടെ നാമത്തിൽ സ്വീകരിക്കാനുള്ളതാണ്, യേശു നാമത്തിൽ. അതാ റോമ 4:20. ദൈവത്തെ മഹത്വപ്പെടുത്തി വിശ്വാസത്തിൽ കൃപയിൽ വളരുവിൻ. വളർച്ചയ്ക്ക് വേണ്ടിയാ നിൻ്റെ കുരിശ്. നിന്നെ വഴി തടഞ്ഞവരെ, നിന്നെ അസഭ്യം പറഞ്ഞവരെ എല്ലാം ചെയ്തത് എന്താ? നിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയാണ്. നീ അത് ആരുടെ നാമത്തിലാണ് സ്വീകരിക്കേണ്ടിയിരുന്നത്? നിൻ്റെ പേരിലാണ് സ്വീകരിച്ചതാണ് കുഴപ്പമായിപ്പോയത്. ഇനി മുതൽ നീ ആരുടെ നാമത്തിൽ സ്വീകരിക്കും? ഈശോൻ്റെ പേര്. ശ്രുതിയുടെ ഹല്ലേലൂയ. കാരണത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അവസാനമായ ഒരു ഗുണം കൂടിയുണ്ട്. നിങ്ങൾ കുറേ കാലത്തേക്ക് ഇങ്ങനെ യേശുനാമത്തെ സ്വീകരിക്കണമെല്ലാം യേശുനാമത്തെ സ്വീകരിക്കണം വിചാരിച്ചോ? അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? യേശുവിൻ്റെ നാമം മഹത്വപ്പെടുകയും റോമ 4:20 അനുസരിച്ചുകൊണ്ട് നിങ്ങളുടെ ദൈവശക്തി വർദ്ധിക്കുകയും ചെയ്യും. ദൈവശക്തി വർദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് പുറത്ത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റും. ആ നാമം തന്നെ ആക്ടിവേറ്റ് ചെയ്യാൻ കൊടുക്കണം. നിങ്ങളെ ഓരോരോ വിഷയം, നാത്തൂനുണ്ടായിരുന്ന പോര് ഇല്ലേ, അമ്മായി അമ്മയുടെ നിന്ന് മരുമകൾക്ക് നിന്ന് ഉണ്ടായിട്ടുള്ള തിക്കുമുട്ടലുകളെല്ലാം നിങ്ങൾ ഇന്ന് വരെ എന്താ സ്വീകരിക്കണത്? യേശുനാമത്തിൽ സ്വീകരിക്കും. അപ്പോൾ അവരോട് നമുക്ക് പരിഭവമില്ല, പരാതിയില്ല. യേശുനാമത്തെ സ്വീകരിക്കുന്ന അനുസരിച്ച് നിൻ്റെ ദൈവികമായ ശക്തി റോമ 4:20 അനുസരിച്ചുകൊണ്ട് കൂടിക്കൊണ്ടിരിക്കും. കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നിനക്കത് പുറത്ത് കൊടുക്കാൻ പറ്റും. ഇപ്പം ഒരു സാക്ഷി അവസാനം പറഞ്ഞില്ലേ, അവിടെ അഡ്രസ്സൊന്നും പറഞ്ഞില്ല. അതെന്താ പറഞ്ഞത്? അവരെ കുഞ്ഞിനെ കൊണ്ടുവന്ന്, ഹസ്ബൻഡിനെ കൊണ്ടുവന്ന് അവസാനം ഇങ്ങേക്ക് വിറഞ്ഞ് എന്താ പറഞ്ഞത്? അമ്മേ, ഇനി ഈ പണിയും പറഞ്ഞുകൊണ്ട് ഇവരിവിടെ വരാൻ അമ്മ അനുവദിക്കരുത്. തീർന്ന്. പിന്നെ വന്നില്ലല്ലോ. അടുത്ത ആഴ്ച തന്നെ ജോലി കിട്ടിയില്ലേ? അതെന്താ കാര്യം? വാക്കിൻ്റെ വിലയാണ്. എനിക്ക് സങ്കടം, വിറഞ്ഞതല്ല, എനിക്ക് സങ്കടമാണ് വന്നത് ശരിക്കും പറഞ്ഞാൽ. അവരൊരു 4 മാസത്തിനുള്ളിൽ ഒരു 6 പ്രാവശ്യം എന്നെ കാണാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കുഞ്ഞിനെയും കൊണ്ടുവരുമ്പോൾ എനിക്ക് വിഷമം വന്ന്, ആ പൊടിക്കുഞ്ഞിനെയും കൊണ്ടാണ് അവർ വരുന്നത്. അപ്പോൾ കുഞ്ഞിനെങ്ങളെ കൊണ്ടുവരുമ്പോൾ നമുക്ക് എത്ര തിരക്കാണെങ്കിലും ഇനി അപ്പോൾ അവർക്ക് വേറെ, അവരൊക്കെ ഞാൻ നോക്കിയിട്ടേ അവർക്ക് വേറൊരു മാർഗമില്ല. പല വിഷയങ്ങളിൽ അവരിങ്ങനെ തിക്കുമുട്ടി ശ്വാസം മുട്ടി ഇരിക്കുകയാണ്. അവിടെ കയ്യിലുള്ളതും പോയി, കുഞ്ഞിനെയും വളർത്തുകയും ചെയ്യണം, കടവുമായി ആകപ്പാടെ കുഴപ്പത്തിലായി. അപ്പോൾ നമ്മൾ അറ്റ കൈ പറയും, അമ്മേ ഇനി ഈ വിഷയം പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് വന്ന് എന്നെ ബുദ്ധിമുട്ടിക്കാൻ അമ്മ അനുവദിക്കരുതെന്ന് പറയും. അത്രേ ബാക്കിയേ ഉള്ളൂ. അത് പ്രാർത്ഥനയാണ്. അത് നാട്ടുകാരുടെ മുമ്പിൽ പബ്ലിക്കായിട്ട് പറയുന്ന ഒരു പ്രാർത്ഥനയാണത്. ചെയ്തു കൊടുക്കണമേ നല്ല പ്രാർത്ഥിക്കണത്. അതൊരു എന്താണ്? നമ്മളിങ്ങനെ ദൈവമഹത്വത്തിന് വേണ്ടി ജീവിക്കുക. അപ്പോൾ അങ്ങനെ വന്ന് കുറേ നാൾ ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി നമ്മൾ ജീവിച്ച് കഴിയുമ്പോൾ നമ്മുടെ വാക്കിന് വിലയാവും. അതാണ് പത്രോസ് പറയണത്, എൻ്റെ കയ്യിൽ പൊന്നും വെള്ളിയൊന്നും ഇല്ല, അതുകൊണ്ട് കഥയൊന്നും ഇല്ലെന്ന് പറയും. ആ മുടന്തൻ കൈ നീട്ടില്ലേ പ്രാർത്ഥനയ്ക്ക് കയറാൻ നേരത്ത്, പള്ളിയിലേക്ക് പോണ സമയത്ത് പത്രോസിൻ്റെ അടുത്ത് കൈ നീട്ടിയില്ലേ? അപ്പോൾ അയാൾ പറയും, കൈ നീട്ടിയത് നീ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായി, നീ അല്ല പൊന്നോ വെള്ളിയോ അല്ല സ്വർണ്ണ നാണയമാണ് റോമാക്കാരുടേത്, അത് കിട്ടും. വെള്ളി നാണയമാണ് ഇസ്രായേൽക്കാരുടേത്, അത് കിട്ടും. ഇത് രണ്ടും എൻ്റെ കയ്യിലില്ല. എൻ്റെ കയ്യിലുണ്ടായിരുന്നൊക്കെ യൂദാസ് കൊണ്ടുപോയി എവിടെ കളഞ്ഞെന്നറിയാൻ പറ്റില്ല, അവൻ കെട്ടിത്തും ചത്തുപോയി. അപ്പോസ്തലന്മാരുടെ പൊതു കൂട്ടായ്മ യൂദാസിൻ്റെ കയ്യിലല്ലായിരുന്നു. ആ കാശ് അവനെ അടിച്ച് മാറ്റുകയും ചെയ്ത് കെട്ടിത്തും ചാകുകയും ചെയ്ത്. ഭയങ്കര ബാങ്ക്രപ്സിയാണ്, പട്ടിണിയാണ്. എൻ്റെ കയ്യിൽ കടം കാപ്പി കുടിക്കാനുള്ള കാശ് പോലും ഇല്ല. പക്ഷേ അതുകൊണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല. എന്താ കാര്യം? എല്ലാത്തിനെയും അതിജീവിക്കുന്നൊരു അഭിഷേക ശക്തി എന്നിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഒരു ചേടത്തി ഒരു സാക്ഷ്യം പറഞ്ഞില്ലേ, എനിക്ക് ക്യാൻസറുണ്ട്, ഞാൻ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട്, ഞാൻ കാര്യമാക്കണില്ലെന്ന്. അത് അഭിഷേകമാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. ഒരു ഗുരു വന്നിട്ട് കെട്ടിത്തൂങ്ങി ചാകാൻ വേണ്ടി നടക്കുന്ന ആൾക്കാരുണ്ട്. അവരുടെ മുമ്പിലാണ് നമ്മളിവിടെ സാക്ഷ്യം കേൾക്കണത്. ഒരു കുരു വന്നതെന്ന് പറഞ്ഞ് മാതാവ് ഇത് ക്യാൻസർ ആയിരിക്കുമോ, എങ്ങനെ ജീവിക്കുമോ, മക്കളെ എങ്ങനെ വളർത്തുമോ, എങ്ങനെ എന്തെങ്കിലും എവിടെ പോയി ചികിത്സിക്കുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാറിക്കൂവി ഗതികിട്ട് ആ പ്രേതമ്പുറം നടക്കുന്ന ആൾക്കാരുണ്ട്. ഒരു ഗുരു വന്നാണ് പ്രശ്നം. അവിടെ മുമ്പിലാണ് നമ്മളിവിടെ ക്യാൻസറിൻ്റെ സാക്ഷ്യം കേൾക്കണത്. അവർ പറഞ്ഞു എനിക്കത് ഫീൽ ചെയ്യണില്ലെന്ന് പറയുന്നു. ഇതോടുകൂടിയാണ് ഞാൻ പ്രാർത്ഥിക്കാൻ പഠിച്ചത്, ഇതുമൂലമാണ് ഞാൻ ആ എളിമപ്പെട്ടത്, ഇതുമൂലയാണ് കർത്താവിനോട് കരുണ കാണിച്ചതെന്ന്. എന്നാ പരിപാടിയാണ്. അതാണ് സാക്ഷ്യം, അഭിഷേകമാണ്. യേശുക്രിസ്തുവിൻ്റെ ശക്തി
നിൻ്റെ ജീവിതത്തിൽ ഒരു അഭിഷേകമായി നിൽക്കും. പത്രോസ് പറഞ്ഞു, പൊന്ന് എൻ്റെ കയ്യിലില്ല, പൊന്ന് യൂദാസ് കൊണ്ടുപോയി, വെള്ളി എൻ്റെ കയ്യിലില്ല, അതും കൊണ്ടുപോയി. എൻ്റെ വള്ളവും വലയും നഷ്ടപ്പെട്ട്, എൻ്റെ മടിക്കുത്ത് അഴിഞ്ഞു കിടക്കുക, ഒന്നുമില്ല എൻ്റെ അകത്ത്, കട്ടൻ ചായ കൊടുക്കാൻ കാശില്ല. പക്ഷേ ഇതൊന്നും, ഈ ദാരിദ്ര്യമൊന്നും എന്നെ അലട്ടണില്ല. എനിക്കുള്ളത് ഞാൻ നിനക്ക് തരും. ഞാൻ കോടീശ്വരനാണ്, ഞാൻ ധനികനാണ്, ഞാൻ സമ്പന്നനാണ്. ഞാൻ ലൂക്ക 12:21 അനുസരിച്ച് കൊണ്ട് ദൈവ തിരുസന്നിധി ഞാൻ സമ്പന്നനാണ്. എനിക്കുള്ള ഞാൻ നിനക്ക് തരുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് നസ്രായൻ യേശുവിന്റെ നാമത്തിൽ. നടപടി പുസ്തകത്തിൻ്റെ 3:6 അനുസരിച്ച് കൊണ്ട് നീ എഴുന്നേറ്റ് നടക്കാൻ പറയും. അവൻ ചാടി എഴുന്നേറ്റ് നടക്കും. 1 കോടി പൊന്നുകുട്ടിനേക്കാൾ ധനികനായിട്ട് അവൻ നടക്കും. അതാണ് ദൈവശക്തി, അതാണ് ദൈവത്തിൻ്റെ സമ്പത്ത്. കർത്താവ് ദൈവമേ, നിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, ഞങ്ങൾ ഉടമ്പടി ചെയ്യുമ്പോൾ, എൻ്റെ കർത്താവേ, ഞങ്ങൾ എല്ലാം നിൻ്റെ നാമത്തിൽ സ്വീകരിക്കാൻ, എല്ലാം നിൻ്റെ നാമത്തിൽ കൊടുക്കുവാൻ, അങ്ങനെ കൊടുത്തും വാങ്ങിച്ചും കർത്താവേ, നിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തി കർത്താവേ, വിശ്വാസത്തെ വളർന്ന് കർത്താവേ, നിൻ്റെ കൃപയിൽ നിറഞ്ഞു കർത്താവേ, നിന്നെ പരിശുദ്ധമ്മയെപ്പോലെ ലോകത്തിന് കൊടുക്കാൻ, കരുത്തനാക്കാൻ, സുവിശേഷകനാക്കാൻ, സാക്ഷിയാക്കാൻ സഹായിക്കണമേ. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. ആദ്യം രോഗികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും, കർത്താവ് അവരെ സ്പർശിക്കും. അതിനുശേഷം വിവാഹം ഒത്തുവരാത്തവർക്കും മക്കളെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. ഇന്നത്തെ സാക്ഷി നിങ്ങൾ കേട്ടില്ലേ, എത്രയോ പേർക്കാണ് വീട് സ്ഥലം കർത്താവ് കൊടുത്തത്. ആ വീട് സ്ഥലം എവിടെ നിന്ന് കിട്ടുന്നത് അവർക്ക് പോലും അറിയാൻ പാടില്ല. ഉടമ്പടിയിലെ മെയിൻ കാര്യങ്ങൾ ഒന്നാണ് വീടില്ലാത്തവർ, സ്ഥലമില്ലാത്തവർ. ഞാനും സങ്കടത്തോടെ പ്രാർത്ഥിക്കുന്നൊരു വിഷയമാണ്. കർത്താവെ, കാലുകുത്തുന്ന എല്ലാവർക്കും സ്വന്തമായൊരു കൂര, വാടകക്കാരുടെയും ഒറ്റയ്ക്ക് കൊടുത്തവരുടെയും മൊന്ത കാണാതെ സമാധാനം ജീവിക്കാൻ, ആരും ഇറങ്ങിപ്പോരാൻ വേണ്ടി പറയാത്ത ഒരു വീട് കിട്ടണേ കർത്താവേ. അതൊക്കെ നിങ്ങളെ പ്രാർത്ഥിക്കുമ്പോൾ, മറ്റുള്ളവർ അതിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ, മറ്റ് വീടുള്ളവർക്ക് അവർക്ക് വേണ്ടി ഒരു സങ്കടം ഉണ്ടാകണം. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥി. കർത്താവായ ദൈവമേ, രോഗികളെ ഏൽപ്പിക്കുന്നു കർത്താവേ, അസ്ഥി രോഗികളെ, പേശി രോഗികളെ, ത്വക്ക് രോഗികളെ, ആന്തരിക അവയവങ്ങൾക്ക് കേടുപാടുള്ളവരെ യേശു ക്രിസ്തുവിന്റെ നാമത്തില് ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ. സ്തുതിയുടെ ഹല്ലേലൂയ. കൈകളിങ്ങനെ തിണർത്തിച്ച് വന്നു വരുന്ന രോഗികള്, ശരീരത്തിന് ചില ഭാഗങ്ങളൊക്കെ തിണർത്തിച്ച് വന്ന് പിന്നെ കറുത്ത് വരും. ആ വ്യക്തിയെ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഹല്ലേലൂയ. അതായത് ഒരു താങ്ങില്ല, 5 മിനിറ്റ് നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു താങ്ങില്ലാതെ ഇരിക്കാനോ നിൽക്കാനോ പറ്റത്തില്ല. 5 മിനിറ്റ് നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു താങ്ങില്ലാതെ നിൽക്കാനോ ഇരിക്കാനോ പറ്റത്തില്ല. ആ രോഗികളെ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. മടക്കുമ്പോഴും കൂച്ചുമ്പോഴും തള്ളി നിൽക്കുന്ന ശരീരഭാഗം, മുട്ടാകാം, അങ്ങനെയുള്ള സന്ധി ഭാഗമാകാം. ആ വിഷയത്തെ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഹല്ലേലൂയ. ഇടത് പതിര ഭാഗങ്ങൾ, ഇടത് കൈയുടെ കക്ഷത്തിന് താഴെയുള്ള ശ്വാസകോശ ഭാഗങ്ങളും വാരിപ്പറ്റുകളും കേടുള്ളവരെ കർത്താവ് സുഖപ്പെടുത്തുന്നു. ഹല്ലേലൂയ. ഈ വിഷയത്തിൽ ആന്റണി എന്നും ചേർത്തുള്ള മകനെ കർത്താവ് പേര് പറഞ്ഞ് സുഖപ്പെടുത്തുന്നു. ഹല്ലേലൂയ. വലത് കണ്ണിൻ്റെ താഴെ ഇരുന്നുകൊണ്ട് വലത് കണ്ണിൻ്റെ വളയത്തിൻ്റെ താഴെ ഭാഗങ്ങളെ വേദനിക്കുകയും അതേസമയത്ത് തന്നെ കഴപ്പ് തോന്നുകയും ചെയ്യുന്ന രോഗങ്ങളാണ്. കർത്താവ് ഈ നിമിഷം ആ കണ്ണിനെ സ്പർശിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ആ കണ്ണിന് കാഴ്ച മിന്നലുണ്ട്, കാഴ്ച ഇങ്ങനെ മിന്നിപ്പിടിക്കും, ചില സമയത്ത് കുറഞ്ഞിരിക്കും. ആ കണ്ണിനെ കർത്താവ് സുഖപ്പെടുത്തുന്നു. ഹല്ലേലൂയ. ഇപ്പോഴും പ്രാർത്ഥിക്കാൻ പോകുന്നത്, അഥവാ ഈശോ ഇപ്പോൾ അനുഗ്രഹിക്കാൻ പോകുന്നത് ഗർഭിണികളായ മക്കളെയാണ്. അതായത് മക്കളില്ലാത്തവരെയാണ് അച്ഛൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു മെസ്സേജ് വന്നുകൊണ്ടാണ് പ്രാർത്ഥന മാറ്റിയത്.
അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിച്ചാൽ മതി. മക്കളില്ലാത്തവർ കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, മക്കളില്ലാത്തവരെ സമർപ്പിക്കുന്നു. മക്കളില്ലാത്തവരെ ഗർഭാശയത്തിന് കേടുള്ളവരെ, ഗർഭാശയത്തിന് കേടുള്ളവരെ, ഭർത്താവിന് ബീജമില്ലാത്തവരെ, ഭർത്താവിന് ബീജത്തിന് ഓട്ടമില്ലാത്തവരെ, ഭാര്യ കണ്ടം ഉൽപ്പാദിപ്പിക്കപ്പെടാത്തവരെ, മറ്റു ജനിതകമായ ദുരിതങ്ങള്, ദോഷങ്ങള്, കേടുകള് അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോ നാമത്തില് സൗഖ്യം പ്രാപിക്കട്ടെ. ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, സാമ്പത്തിക തകർച്ചകൾ അച്ഛൻ വളരെ ഗൗരവത്തോടെടുക്കുന്നൊരു വിഷയമാണ്. പിന്നെ വീട് സ്ഥലമില്ലാത്തവർ, അങ്ങനെയുള്ളവർ കുറേ അധികമുണ്ട്. സാമ്പത്തിക വിഷയത്തിൽ പ്രാർത്ഥിക്കുന്നവർ, അവർ ഈ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കണം. അവരെ സഹായിച്ച് സാക്ഷ്യം പറയിപ്പിച്ച അമ്മ നിങ്ങളെയും സാക്ഷ്യം പറയിപ്പിക്കും. നിങ്ങളുടെ മനസ്സിൽ പറയണം, ഞാനും ഒരു ദിവസം അൾത്താരെ കയറി സാക്ഷ്യം പറയാം. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, സാമ്പത്തിക ബാധ്യതകളാല് മനുഷ്യന്മാരുടെ ഭീഷണിക്കും കുടുംബത്തിലെ സങ്കടങ്ങൾക്കും കർത്താവ് അസംബന്ധമായി ഭക്ഷിക്കാൻ പോലും ആഹാരം കഴിക്കാനോ ഉറങ്ങാനോ പറ്റാതെ വേദനിച്ച് നടക്കുന്നവരോട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയെ പ്രതി ദിവ്യകാരുണ്യത്തോടെ കാരുണ്യം അപേക്ഷിക്കുന്ന ശ്രീയുടെ ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തുതിയുടെ ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തുതിയുടെ ഹല്ലേലൂയ, 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 സ്തുതിയുടെ ഹല്ലേലൂയ. സ്തുതിയുടെ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്ന ജോലി സംബന്ധമായ വിഷയങ്ങൾക്കാണ്. നൈപുണ്യ പരീക്ഷ, മത്സര പരീക്ഷ. നിങ്ങൾക്കറിയാമല്ലോ, അമ്മ മാതാവിൻ്റെ ഉടമ്പടി തുടങ്ങിയതിന് ശേഷം വലിയ തോതിൽ അമ്മ ഈ പ്രൊഫഷണൽസിനെ സഹായിക്കുന്നുണ്ട്. ഞെട്ടിപ്പിക്കുന്ന സാക്ഷ്യങ്ങളാണ് ആൾക്കാർ പറയുന്നത്. നിങ്ങളും ഈ സമയത്ത് MOH ഹാദ്, അതുപോലെ തന്നെ PT, ഇങ്ങനെ പ്രൊഫഷണൽ ടെസ്റ്റുകളെല്ലാം പങ്കെടുക്കുന്നവർ, ഉടമ്പടി വിജയിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ചിലർക്ക് സാക്ഷ്യം പറയണത് ആ മാർക്ക് എങ്ങനെ വന്നു പോലും എനിക്കറിയത്തില്ലെന്നാണ്. ഒത്തിരിയേറെ മിസ്റ്റേക്കുകൾ വരുത്തി എല്ലാം നെഗറ്റീവ്സ് അടിച്ചു പോയിട്ടും ഇത്രയും മാർക്ക് അമ്മ മാത്രം ഇട്ട് തന്നതാണ്. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥി. കർത്താവായ ദൈവമേ, എല്ലാ വിദ്യാർത്ഥികളെയും മത്സര പരീക്ഷ, യോഗ്യത പരീക്ഷ, ഇന്റർവ്യൂ, ടെസ്റ്റ് എഴുതാൻ പോകുന്നവരെ, എഴുതി കഴിഞ്ഞവരെ, റീവാലുവേഷന് കൊടുത്തിട്ടുള്ളവരെ, ജോലിക്ക് വേണ്ടി പ്രതീക്ഷിക്കുന്നവരുടെ മേൽ കർത്താവിൻ്റെ കൃപ, പരിശുദ്ധ അമ്മയുടെ ശക്തമായ മധ്യസ്ഥത്താൽ അഭിഷേകം ചെയ്യട്ടെ. ഹല്ലേലൂയ. വിവാഹ തടസ്സങ്ങൾ, ഭാഗ ഉടമ്പടി ചെയ്യാത്തവർ, ചെയ്യാതെ കിട്ടാൻ മാർഗമില്ലാതെ വിഷമിക്കുന്നവർ, ജോലി സഞ്ചാരങ്ങൾ, ജോലി സംബന്ധമായ യാത്രയിൽ ഡേറ്റ് ഇട്ടിരിക്കുന്നവർ, ഓരോ വിഷയത്തിനും പ്രത്യേകം ഡേറ്റ് ഇട്ടുള്ളവരുണ്ട്. അവർ ശ്രദ്ധിക്കേണ്ട സമയമാണ്. പൈസ കിട്ടാനൊരു ഡേറ്റ് വന്നിട്ടുള്ളവരുണ്ടാകാം, പൈസ കൊടുക്കാൻ ഡേറ്റ് ഉള്ളവരുണ്ടാകാം. പൈസ കിട്ടാനുള്ള ആൾക്കാർക്ക് സന്തോഷവും കൊടുക്കാനുള്ള അവർക്ക് സങ്കടമൊക്കെ ഇരിക്കും. എന്നാലും ഡേറ്റാണ് നീട്ടിരിക്കണത്. ആ ഡേറ്റ് നമ്മൾ ആശീർവദിക്കുകയാണ്. കൃപാസനത്തിൽ ഡേറ്റിൻ്റെ ഒത്തിരിയേറെ സാക്ഷ്യങ്ങൾ വരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഡേറ്റ് പ്രധാനപ്പെട്ടതാണ്. ചിലപ്പോൾ പരീക്ഷ ഡേറ്റ് ആകാം, ചില മനസ്സമ്മതത്തിൻ്റെ ഡേറ്റ് ആകാം, ചിലപ്പോൾ വിവാഹത്തിൻ്റെ ഡേറ്റ് ആകാം, ചിലപ്പോൾ സ്ഥലം വിൽക്കുന്ന ഡേറ്റ് ആകാം, ചിലപ്പോൾ പൊക്കുവരം ഡേറ്റ് ആകാം, ചിലപ്പോൾ കേസിൻ്റെ കോടതി ഡേറ്റ് ആകാം. എല്ലാ ഡേറ്റുകളും സമർപ്പിക്കുക. നിന്നുമായിട്ട് ബന്ധപ്പെട്ട ഡേറ്റുകളെല്ലാം സമർപ്പിക്കുക.
ഇപ്പോൾ കർത്താവ് ഡേറ്റുകളെ അനുഗ്രഹിച്ചുകൊണ്ട് ആ ഡേറ്റിന് ആവശ്യമായ കൃപ പരിശുദ്ധ അമ്മ വഴി നിനക്ക് നൽകാൻ പോവുകയാണ്. സ്തുതിച്ചുകൊണ്ട് ഡേറ്റ് സമർപ്പിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഡേറ്റുകളെല്ലാം സമർപ്പിക്കുന്നു. കർത്താവേ, ഡേറ്റുകളുടെ മേൽ, തീയതികളുടെ മേൽ കർത്താവിൻ്റെ ശത്രുക്കളുടെ ഹല്ലേലൂയ യേശു ക്രിസ്തുവിനുമായ നാമത്തെ ഡേറ്റിലുണ്ടാകുന്ന മുഴുവൻ സാങ്കേതിക ദുരിതങ്ങൾ, തടസ്സങ്ങൾ യേശു നാമത്തെ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ. എന്താണ് ഇങ്ങനെ ഡേറ്റിൻ്റെ കാര്യം പറഞ്ഞതെന്ന് അറിയാവോ? ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തീയതി. എന്താ തീയതി പറഞ്ഞതെന്ന് പറയുന്നതിൻ്റെ കാര്യം, കുറേ സാക്ഷ്യങ്ങൾ വരുമ്പോൾ നമ്മൾ മെസ്സേജ് എടുക്കുമ്പോൾ കിട്ടുന്ന ഡേറ്റാണ് അവർ സാക്ഷ്യത്തിൽ പറയണത്. ഇപ്പോൾ 18 പറഞ്ഞ സാക്ഷ്യം ഡൈമർ പറഞ്ഞു 18 നിൻ്റെ ഡേറ്റ് എന്ന് പറയുമ്പോൾ ആ 18-ാം തീയതി തന്നെ PSC ഓഫീസിൽ നിന്ന് അവരെ വിളിക്കും. അതാണ് ഡേറ്റ് എന്ന് പറയണത്. പിന്നെ 18 പറഞ്ഞു വരുന്നത് കല്യാണം ഫിക്സ് ചെയ്തിരിക്കുന്നത് ആ 18 തന്നെയായിരിക്കും നടക്കുന്നത്. ആ ഡേറ്റ് പിന്നെ ആക്രമണങ്ങളൊന്നുമില്ല, മറ്റ് വിഷമതകളുടെ പ്രതിലോമ കാര്യങ്ങളുടെ ആക്രമണങ്ങൾ ഉണ്ടാകത്തില്ല. കൃപാസനത്തിൽ എന്താ ഡേറ്റ് വരാൻ കാര്യം വെച്ചാൽ അമ്മ ഡേറ്റിൻ്റെ ആളാണ്, അമ്മ സമയത്തിൻ്റെ ആളാണ്. കൃപാസനത്തിലെ അമ്മ ഉടമ്പടി സമയത്തിൻ്റെതാണ്. സമയഘടികാരം നെഞ്ചി ചാർത്തിയാണ് അമ്മ പ്രത്യക്ഷപ്പെട്ടത്. അപ്പോൾ ഡേറ്റിനോട് ബന്ധപ്പെട്ട് എന്ത് സമയമായാലും ഉടമ്പടി ചെയ്യുമ്പോഴും ആ സമയം ഉണ്ടെങ്കിലെല്ലാം ആ സമയമെല്ലാം പരിരക്ഷിതമാണ്. മരിയം പരിരക്ഷയുള്ളതാണ് സമയത്തിൻ്റെ മേലെ. അതുകൊണ്ടാണ് ഡേറ്റ് പ്രധാനപ്പെട്ടവർ പ്രാർത്ഥിക്കുന്നത്. നീ ഉടമ്പടി പ്രാർത്ഥന ചെല്ലുമ്പോഴും പ്രത്യക്ഷ ചെല്ലുമ്പോഴും നിൻ്റെ പ്രധാനപ്പെട്ട ഡേറ്റുകളെല്ലാം ഓർത്ത് അമ്മയുടെ അനുഗ്രഹം ചോദിക്കേണ്ടതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സമാപന ആശീർവാദമാണ്. നേർച്ച വസ്തുക്കൾ എടുക്കുക. ഉടമ്പടി പുതുക്കിയിരിക്കുന്നവരും ഒരു കാരണവശാലും പത്രപ്രേക്ഷിതത്വം മുടങ്ങരുത്. പിന്നെ ഇവിടുത്തെ റെഡ്ഡിവേഡ് പറഞ്ഞ പോലെ 200 വീട്ടുകാരുള്ള പള്ളിയിലൊക്കെ കൊണ്ടുപോയി 2000 പത്രം വെച്ച് കഴിഞ്ഞാൽ ബാക്കി 1800 എടുത്തിട്ട് കത്തിച്ച് കളയും. അങ്ങനെ വന്നാൽ അതിൻ്റെ കേട് നിങ്ങൾക്ക് തന്നെയായിരിക്കും, നിങ്ങളുടെ കാര്യം നടക്കത്തുമില്ല. കാര്യം ഒരു പള്ളിയിലും കൊണ്ട് പത്രം വെക്കാൻ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? പത്രം നിങ്ങൾ തന്നെ പ്രേക്ഷിത പ്രവർത്തനത്തിൽ, ആത്മാക്കൾ വീണ്ടെടുപ്പിന്, ഭവനങ്ങളിലോ റെയിൽവേ സ്റ്റേഷനിലോ ബൈ പേഴ്സൺ നിങ്ങൾ തന്നെ കൊടുക്കേണ്ടതാണ്. അത് പ്രാർത്ഥിച്ച് കൊടുക്കണം. നിങ്ങളുടെ ആസ്തി എന്ന് പറഞ്ഞാൽ കൃപാസനം വിലയിരുത്തുന്നത് നിങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ആസ്തിയാണ്. അച്ഛനോട് എന്ത് പറഞ്ഞാലും ഞാൻ ഉടനെ ഉടമ്പടി പേപ്പർ എടുത്തിട്ട് അതിനകത്ത് പത്രത്തിൻ്റെ ലിസ്റ്റേ നോക്കത്തുള്ളൂ, വേറെ ഒന്നും നോക്കത്തില്ല. നിങ്ങൾ അച്ഛനോട് എന്ത് കാര്യം പറഞ്ഞാലും ഉടനെ നിങ്ങളുടെ ഉടമ്പടി പേപ്പർ ചോദിക്കും, അത് പുതുക്കിയതാണെന്ന് ചോദിക്കും. പുതുക്കിയതല്ലെന്ന് പറഞ്ഞ് എടുക്കാൻ പോലും അനുവദിക്കത്തില്ല, എടുക്കണമെന്ന് പറയും. ഉടമ്പടി പേപ്പർ എന്ന് പറയുമ്പോൾ അത് പുതുക്കിയതാണെന്ന് അച്ഛൻ ചോദിക്കത്തുള്ളൂ, പുതുക്കിയതല്ലെങ്കിൽ എടുക്കണമെന്ന് പറയും. കാര്യം പുതുക്കാത്ത ഉടമ്പടി പ്രാർത്ഥന ഞാൻ ഉടമ്പടി പത്രമായിട്ട് കണക്കാക്കണില്ല. അതാണ് കാര്യം. ഒരു ഘട്ടമെങ്കിലും അച്ഛൻ്റെ അടുത്ത് വരുമ്പോൾ ഒരു ഘട്ടമെങ്കിലും കഴിഞ്ഞിരിക്കണം. പുതുക്കി കഴിഞ്ഞാൽ പിന്നെ നോക്കണത് പുതുക്കിയതിന് ശേഷം എത്ര പ്രാർത്ഥന കൂടി അതിൻ്റെ പത്രത്തിൻ്റെ കാർഡുണ്ടെന്ന് നോക്കും. അത് വളരെ സീരിയസാണ്. എന്താ കാര്യം? മെരിയൻ മിഷൻ നടന്നിട്ടുണ്ടെന്നാണ് നോക്കണത്. അമ്മയാണ് ലോകത്തിന് ഈശോനെ കൊടുത്തത്, പിന്നെ കൊടുക്കണത് നമ്മളാണ്. പത്രത്തിൻ്റെ സാക്ഷികൾ നിങ്ങൾ കേട്ടല്ലോ. ഇതിങ്ങനെ ഒരു പത്രം കത്തോലിക്ക സഭ ഇന്നുവരെ ഉണ്ടായിട്ടില്ല. പത്രം തൊടുമ്പോൾ സൗഖ്യം. കഴിഞ്ഞ ഞായറാഴ്ച സൗഖ്യം എന്താണെന്നറിയാവോ? 6 കൊല്ലമായിട്ട് തളർന്ന് കിടന്നയാൾ അവസാനം അവർക്ക് തോന്നി പത്രം ചുരുട്ടി വെക്കണമെന്ന്. പത്രം ചുട്ടി വെച്ച് രാവിലെ എഴുന്നേരപ്പോൾ ആൾ നടക്കാൻ തുടങ്ങി. ഇത് എനിക്ക് ഒത്തിരിയേറെ വിമർശനങ്ങൾ കേൾക്കുന്നുണ്ട്. കാര്യം ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ഇതുവരെ പത്രം ചുരുട്ടണമെന്ന്, പത്രം തിന്നണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. ജനങ്ങളോട് അമ്മ പറഞ്ഞതാണ്. അതാണ് പത്രം എടുക്കുമ്പോൾ എൻ്റെ മാതാവെന്ന് വിളിക്കണത്. അവർക്കറിയാം അത് അമ്മ മാതാവിൻ്റെ കരസ്പർശമുള്ളതാണെന്ന്. അപ്പം അതുകൊണ്ട് പത്രം നിങ്ങൾ ഭക്തിയോടെ കൊടുക്കണം, പ്രാർത്ഥനയോടെ കൊടുക്കണം, പ്രാർത്ഥിക്കുകയും ചെയ്യണം. ദൈവമേ, അനേകം പത്രം വായിക്കുന്നവരെല്ലാം നിന്നെ അറിഞ്ഞ് തിരിച്ചു വരാൻ
അനുതാപത്തോടെയും വിശുദ്ധിയോടെയും ജീവിക്കാൻ ഇടയാക്കണമേ എന്ന്. പത്രം വായിച്ചാൽ പോരാ, അവർ വിശുദ്ധിയോടെ ജീവിക്കണം. ദൈവനാമത്തെ പറഞ്ഞ് വിശുദ്ധിയോടെ ജീവിക്കണം. അവിടെ ആത്മാക്കൾ നിത്യതയെ വീണ്ടെടുക്കണം. ആത്മാക്കൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനമാണ് പ്രേക്ഷിത പ്രവർത്തനം. അതിനാണ് പത്രം വാങ്ങിക്കണം നമ്മൾ. അതുകൊണ്ട് ഒറ്റയടിക്ക് കൊണ്ടേ കൊടുക്കേണ്ട, എവിടെയെങ്കിലും വെച്ചൊരു ഓടരുത്. 5 വീതം കൊടുക്കുക. ഒരു ദിവസം 5 കൊടുത്താൽ മതി. ബന്ധുക്കളെ വീട്ടിൽ പോകുമ്പോഴും ഇവിടെ പോകുമ്പോഴും. ഇപ്പോൾ പത്രം നമ്മൾക്ക് അടുത്ത മാസം മുതൽ കന്നഡ പത്രം, അതുപോലെ തന്നെ തെലുങ്ക് പത്രമുണ്ട്, തമിഴ് പത്രം ഇപ്പം തന്നെ ഉണ്ട്, ഇംഗ്ലീഷ് പത്രമുണ്ട്, ഹിന്ദി പത്രം ഇപ്പം തന്നെ ഉണ്ട്. ലോക സുവിശേഷവൽക്കരണമാണ് അമ്മ മാതാവ് ലക്ഷ്യം വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഹിന്ദി കൗൺസിലിങ്ങും തെലുങ്ക് കൗൺസിലിങ്ങും ഉടനെ ആരംഭിക്കുക. അപ്പം അതുകൊണ്ട് എൻ്റെ മക്കൾ ലോക സുവിശേഷവൽക്കരണത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കണമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം കേരളത്തിന് പുറത്ത് പോകുന്നവർ ഹിന്ദി പത്രമോ ഇപ്പോൾ ഉള്ളത് മറുഭാഷാ പത്രങ്ങളുള്ളത് ഹിന്ദിയും തമിഴും ഇംഗ്ലീഷുമാണ്. അതാണ് പുറത്ത് പോകുന്നവർ വാങ്ങിച്ചുകൊണ്ട് പോകേണ്ടത്. കേരളത്തിന് പുറത്ത് പോകുന്നവർ അത് വാങ്ങിച്ചുകൊണ്ടാണ് പോകേണ്ടത്. പക്ഷെ വാങ്ങിച്ചു കൊണ്ട് പോകുമ്പോൾ ഇപ്പം വിജയകുമാർ സാറിൻ്റെ രാവിലെ ഒരു സാക്ഷ്യം ഞാൻ കേട്ടു മുറിയിൽ നിന്ന് പറഞ്ഞത്, അതായത് 6 ദിവസമായിട്ട് മരം പോകാതെ ഇനി ഓപ്പറേറ്റ് ചെയ്താലേ പുകത്തുള്ളൂ എന്ന് പറഞ്ഞ ഒരു വ്യക്തി തമിഴ് പത്രം എടുത്ത് എന്തോ ഒരു ഉൾക്കാഴ്ചയിൽ വയറെ വെച്ച് പ്രാർത്ഥിച്ചതാണ്. അതിൽ കിടക്കുന്ന സാക്ഷ്യം വായിച്ചിട്ട് എടുത്ത് വെച്ചതാണ്. ആ പത്രം വെച്ച സമയത്ത് തന്നെ മരം പോയി. കോൺസ്റ്റിപ്പേഷൻ്റെയൊക്കെ അവസ്ഥയാണ്. ഇതിങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ നേരത്തെ ഇവിടെ കേട്ടിട്ടുണ്ട്. നമുക്കറിയത്തില്ല എന്തൊക്കെയാണ് അമ്മ ഉദ്ദേശിക്കണമെന്ന്. പ്രേക്ഷിത പ്രവർത്തനമാണ് അമ്മ ഉദ്ദേശിക്കുന്നത്. പത്രം വല്ലാണ്ട് ജനങ്ങളിലേക്ക് എത്തിച്ചേരണം. കർത്താവിൻ്റെ വചനം കേൾക്കണം, കർത്താവിൻ്റെ പ്രവർത്തനങ്ങൾ അറിയണം, ദൈവത്തെ തിരിച്ചറിഞ്ഞ് ജനം ദൈവത്തെ സത്യമായി വിശ്വസിക്കണം. അതിങ്ങനെ അവർ വീണ്ടെടുക്കപ്പെടണം, നിത്യതയോളം ജീവിക്കണം. ലോക സുവിശേഷവൽക്കരണത്തിന് വേണ്ടിയുള്ള നിത്യതയുടെ പ്രേക്ഷിത പ്രവർത്തനമാണ് നിങ്ങൾ ഈ കൊച്ചു കാശ് കൊടുത്ത് ചെയ്യണ വലിയ പ്രവർത്തനം. അവർ പത്രം വാങ്ങിക്കാതെയും അതിൻ്റെ ചീട്ട് വാങ്ങിക്കാതെയും ആരും പോകരുത്. നിറച്ച വസ്തു ഉയർത്തി പിടിക്കുക. ഇന്ന് സൗകര്യമുള്ള രോഗികൾക്ക്, ക്യാൻസർ രോഗികൾ, കരൾ രോഗികൾ, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട രോഗികൾക്കെല്ലാം അച്ഛൻ ഹോസ്പിറ്റൽ മിഷൻ കഴിയുമ്പോൾ, ഹോസ്പിറ്റൽ മിഷൻ ഉള്ളത് അൽത്താറയിലാണ്. അവിടെയാണ്, അല്ല അൽത്താറയല്ല, ഓപ്പൺ ഓഡിറ്റോറിയത്തിലാണ് ഹോസ്പിറ്റൽ മിഷൻ നടക്കുന്നത്. അത് കഴിയുമ്പോൾ വിജയകുമാർ സാറിൻ്റെ കൗൺസിലിംഗ് ഉണ്ടാകും. അച്ഛൻ മെയിൻ ഓൾട്ടറെ വരും. ഹോസ്പിറ്റൽ മിഷൻ കഴിയുമ്പോൾ അച്ഛൻ മെയിൻ ഓൾട്ടറെ വരും. അപ്പോൾ ചീട്ടെടുത്ത രോഗികൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കും. ചീട്ട് പബ്ലിക്കേഷൻ ഓഫീസിൽ നിന്ന് ചീട്ട് കിട്ടും. ക്യാൻസർ രോഗികൾക്ക് ചീട്ട് കിട്ടും, കരൾ രോഗികൾക്ക് ചീട്ട് കിട്ടും, കിഡ്നി രോഗികൾക്ക് ചീട്ട് കിട്ടും. നിറച്ച വസ്തു ഉയർത്തി പിടിക്കട്ടെ. ഹല്ലേലൂയ, 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 അതിശക്തമായ സ്തുതിയുടെ ഹല്ലേലൂയ. ജീവിതം നിന്റെ കാരുണ്യമേ, ജീവനേ നിത്യ കാരുണ്യമേ. Lord Jesus Christ, pour out His Spirit. Touch your fire finger, soak with the precious blood. And to the Catholic Church, the power of Jesus Christ, with the members of the Holy Priesthood, I bless and hallow the service. Those who have grace and peace and power. ജീവിതം
എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നും